ഹായ് ആൾ, വെൽക്കം. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മോഡ്യൂൾ 5 ആണ്. മോഡ്യൂൾ 5 വരുന്നത് ഫ്ലെക്സിബിൾ പവർ ട്രാൻസ്മിഷൻ എലിമെൻറ്റ്സ് ആണ്. മോഡ്യൂൾ 5 3 ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവ്, വി ബെൽറ്റ് ഡ്രൈവ്, ചെയിൻ ഡ്രൈവ്സ്. സോ ഈ 3 ടോപ്പിക്കൂടെ പഠിച്ചാൽ മോഡ്യൂൾ 5 തീരും. അത് നമുക്ക് ഗിയർ പഠിച്ചതിന് പോലെ തന്നെ സിമ്പിളാണ്, ഒരുപാട് കോംപ്ലക്സിറ്റീസ് ഒന്നുമില്ല. ഡേറ്റ ബുക്കിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്, ആലോചിച്ച് കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല, നമുക്ക് എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. സോ നമുക്ക് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് ഇൻട്രൊഡക്ഷനും പിന്നെ ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവും അതിൻ്റെ ഡിസൈൻ പ്രൊസീജിയറുമാണ്. ഓക്കെ, എങ്ങനെ ഡിസൈൻ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഇതുവരെ പഠിച്ചത്, അതായത് മോഡ്യൂൾ 3 മോഡ്യൂൾ 4 പഠിച്ചു. അതും പവർ ട്രാൻസ്മിഷൻ എലിമെൻറ്റ്സ് ആയ ഗിയേഴ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഇതും നമ്മൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ മോഡ്യൂൾ 3ലും മോഡ്യൂൾ 4ലും പഠിച്ച 4 ഗിയറിൽ ഇനി ഏത് ഗിയർ ആണെങ്കിലും അതെല്ലാം റിജിഡ് പവർ ട്രാൻസ്മിഷൻ മെമ്പേഴ്സാണ്. അത് റിജിഡാണ് വിത്ത് റെസ്പെക്ട് ടു ലോഡ്. അതിൻ്റെ ഓപ്പറേഷന് ഒരു മാറ്റവും വരത്തില്ല. അതിൻ്റെ ബേസിക് സ്ട്രക്ചറിനോ അതിൻ്റെ കോൺഫിഗറേഷനോ മാറ്റമൊന്നും വരത്തില്ല. ഓക്കെ, ഓവർലോഡ് വന്നാൽ അത് ഫെയിൽ ആവും, അത്രേ ഉള്ളൂ. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്, മോഡ്യൂൾ 5 പഠിക്കാൻ പോകുന്നത് ഫ്ലെക്സിബിൾ പവർ ട്രാൻസ്മിഷൻ മെമ്പേഴ്സാണ്. ഫ്ലെക്സിബിൾ പവർ ട്രാൻസ്മിഷൻ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അത് വിത്ത് റെസ്പെക്ട് ടു ദ ലോഡ് അത് സെൽഫ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളതിനെയാണ് ഫ്ലെക്സിബിൾ പവർ ട്രാൻസ്മിഷൻ. അതല്ല എന്നുണ്ടെങ്കിൽ അപ്പോൺ യൂസേജ്, ഉപയോഗം കൂടുന്നതനുസരിച്ച് അതിന് ഫിസിക്കലി ചേഞ്ചസ് ഉണ്ടാവും. ഇപ്പോൾ ഒരു ഗിയർ 10 വർഷം ഉപയോഗിച്ചാലും അതിന് ഫിസിക്കൽ ഡയമെൻഷൻസിന് അഡൻഡം, ഡിഡൻഡം, പിച്ച്, മൊഡ്യൂൾ ഇതിനൊന്നും മാറ്റം വരത്തില്ല. ഓക്കെ, പക്ഷേ ഒരു ഫ്ലെക്സിബിൾ പവർ ട്രാൻസ്മിഷൻ സിസ്റ്റം കുറേ നാൾ കഴിയുന്തോറും യൂസേജിൽ വ്യത്യാസം വരും. അതിൻ്റെ ഡയമെൻഷനിലൊക്കെ ചെറിയ വ്യത്യാസം വരും. അതാണ് ഫ്ലെക്സിബിൾ പവർ ട്രാൻസ്മിഷനും റിജിഡ് പവർ ട്രാൻസ്മിഷൻ തമ്മിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഫ്ലെക്സിബിൾ പവർ ട്രാൻസ്മിഷനിലുള്ള പല കാറ്റഗറീസ് ആണ് ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവ്, വി ബെൽറ്റ് ഡ്രൈവ് ആൻഡ് ചെയിൻ ഡ്രൈവ്സ്. ഇത് മൂന്നുമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവും വി ബെൽറ്റ് ഡ്രൈവും അതിനകത്തുള്ള സബ് ക്ലാസിഫിക്കേഷൻസ് ഒക്കെ പഠിക്കാം, അതിൻ്റെ ഡിസൈൻ പ്രൊസീജിയറും പഠിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവ് അല്ലെങ്കിൽ ഡിസൈൻ ഓഫ് ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവ്. ഓക്കെ, ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവ് നിങ്ങളെല്ലാവരും S5 S6 പഠിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ബേസിക് ഇക്വേഷൻസ്, ബെൽറ്റ് ഡ്രൈവിൻ്റെ ഇക്വേഷൻസ് ഒക്കെ ടെൻഷൻസ്, ഇക്വേഷൻസ്, അതിൻ്റെ റിലേഷൻഷിപ്പ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. എങ്കിലും നമുക്ക് അതിൻ്റെ ജസ്റ്റ് ഒരു ബ്രീഫിങ് ഓവർവ്യൂ എടുത്തതിന് ശേഷം മുമ്പോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഫിഗർ നോക്കി, നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്നതാണ് ഒരു സിമ്പിൾ ആർക്കിടെക്ചർ ഓഫ് എ ബെൽറ്റ് ഡ്രൈവ്. ഓക്കെ, ബെൽറ്റ് ഡ്രൈവ് നിങ്ങൾ ആൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. എവിടെ പഠിച്ചിട്ടുണ്ട്? S7ലും പഠിച്ചിട്ടുണ്ട്. S7 DME 1ൽ ഡിസൈൻ ഓഫ് ഷാഫ്റ്റ് എന്നൊരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആയിരുന്നു. ഡിസൈൻ ഓഫ് ഷാഫ്റ്റിനകത്ത് നമ്മൾ ബെൽറ്റിൻ്റെയും ഗിയറിൻ്റെയും ഒക്കെ വെച്ച് പവർ ട്രാൻസ്മിഷൻ ചെയ്യും, അതിൻ്റെ ലോഡും ടെൻഷൻസും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അവിടെ നിന്നും കുറച്ച് ഇക്വേഷൻസ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാം സിമ്പിളാണ്, ഒരു കോംപ്ലക്സിറ്റി ഇല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്നതാണ് ഒരു സിമ്പിൾ ബെൽറ്റ് ഡ്രൈവ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഈ ഒരു സിമ്പിൾ ബെൽറ്റ് ഡ്രൈവ് സിസ്റ്റത്തിന് എന്തൊക്കെ ഉണ്ട്? ഒരു ഡ്രൈവർ പുള്ളി ഉണ്ട്. ഓക്കെ, ആ ഡ്രൈവർ പുള്ളി ഒരു മോട്ടറിൽ അങ്ങനെ ഫിക്സ് ചെയ്തേക്കുമായിരിക്കും. അപ്പോൾ ആ മോട്ടർ കറങ്ങുമ്പോൾ ആ ഡ്രൈവർ പുള്ളി കറങ്ങും. ഈ കറങ്ങുന്ന പവറിനെ നമുക്ക് വേറൊരാൾക്ക് എത്തിക്കണം. ഓക്കെ, അതാണ് രണ്ടാമത് കാണുന്ന പുള്ളി. ഓക്കെ, അപ്പോൾ ആ രണ്ടാമത് കാണുന്ന പുള്ളിയാണ് ഡ്രിവൺ പുള്ളി. ഓക്കെ, ഡ്രൈവർ പുള്ളിയാണ് ഡ്രിവൺ പുള്ളിയെ പവർ കൊടുക്കുന്നത്. അതായത് ഗ്രീൻ കളറിൽ കാണുന്നതാണ് ഡ്രൈവർ, റെഡ് കളറിൽ കാണുന്നതാണ് പവർ വാങ്ങിച്ച് കറങ്ങുന്ന ഡ്രിവൺ. ഇവരെ രണ്ടുപേരെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു ബെൽറ്റ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഈ സിമ്പിൾ ഫിഗർ മാത്രം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നാൽ മതി, പ്രോബ്ലം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച്. ഓക്കെ, അതല്ലാണ്ട് തിയററ്റിക്കൽ സ്റ്റഡിക്ക് മാത്രം നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ പഠിക്കുക. ഓക്കെ, ഈ സിമ്പിൾ സ്റ്റഡി മാത്രം മതി നമുക്ക്. ഈ ഫിഗർ ബേസ് ചെയ്താണ് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിക് ആർക്കിടെക്ചർ മനസ്സിലായി. ഒരു ഡ്രൈവർ പുള്ളിയുണ്ട്, ഒരു ഡ്രിവൺ പുള്ളിയുണ്ട്. അവർ രണ്ടുപേരും കണക്ട് ചെയ്തുകൊണ്ട് ഒരു ബെൽറ്റ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയമെൻഷൻസ് കണ്ടുപിടിക്കുക. ഇവരുടെ ഡയമെൻഷൻസ് എന്തൊക്കെയായിരിക്കും? ഡയമീറ്റർ ഓഫ് ഡ്രൈവർ പുള്ളി, ഡയമീറ്റർ ഓഫ് ഡ്രിവൺ പുള്ളി, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്, ലെങ്ത് ഓഫ് ബെൽറ്റ്, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ, ഈ ബെൽറ്റുകൾ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷൻസ്. ഓക്കെ, ഇത്രയൊക്കെ കണ്ടുപിടിക്കാനുള്ളൂ. ഒരു കോംപ്ലക്സിറ്റി ഇല്ല. ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി വിഡ്ത്ത് ഓഫ് ദ ബെൽറ്റ്, തിക്നെസ് ഓഫ് ദ ബെൽറ്റ്, ഇത്രയൊക്കെ ഉള്ളൂ. ഒരു കോംപ്ലക്സിറ്റി ഇല്ല. ഓക്കെ, എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടാവുമെങ്കിൽ അത് ക്ലിയർ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാം. ഒരു രീതിയിലും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ബേസിക് ആർക്കിടെക്ചറും ഫിഗറും മനസ്സിലായല്ലോ. എങ്ങനെയാണൊരു പുള്ളി വർക്ക് ചെയ്യുന്നതെന്ന് കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ സാധനം. ഡിസൈനിലോട്ട് പോകുന്നതിന് മുമ്പ് വളരെ കുറച്ച് പോയിന്റ്സ് കൂടെ പറയാം. വാട്ട് ഈസ് എ ബെൽറ്റ് ഡ്രൈവ്? എ ബെൽറ്റ് ഡ്രൈവ് ഈസ് എ ഫ്ലെക്സിബിൾ മെമ്പർ which transmits power from a driver pulley to a driven pulley. Through built-in definition. Itra eഴുതിയാൽ മതി. Okay, ഇനി how power is transmitted? Okay, the power is received in the driver pulley as rotary motion, and this rotary motion is converted to translatory motion and through the belt, and that translatory motion is again converted to rotary motion in the driven pulley. Okay, അപ്പോൾ ആദ്യം ഒരു റോട്ടറി മോഷൻ ഉണ്ടാവും, അത് മോട്ടറിൽ നിന്ന് കിട്ടുന്നത്. ആ റോട്ടറി മോഷനെ ബെൽറ്റ് എടുത്ത് ട്രാൻസ്ലേറ്ററി മോഷൻ ആകും. ആ ട്രാൻസ്ലേറ്ററി മോഷൻ ബെൽറ്റ് റൊട്ടേറ്റ് ചെയ്യല്ലോ, ബെൽറ്റ് ട്രാൻസ്ലേഷനാണ്.
ബെൽറ്റ് ചെയ്യുന്നത്. ഓക്കെ, ബെൽറ്റ് ട്രാൻസ്ലേഷൻ ആവും, ബെൽറ്റിൻ്റെ ട്രാൻസ്ലേഷൻ മോഷൻ വീണ്ടും ചെന്ന് റോട്ടറി മോഷൻ ആവും, ഡ്രിവൺ പുള്ളി ചെല്ലുമ്പോൾ വീണ്ടും റോട്ടറി മോഷൻ. ഇതാണ് മോഡ് ഓഫ് പവർ ട്രാൻസ്മിഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ആൾറെഡി പറഞ്ഞു ഇതൊരു ഫ്ലെക്സിബിൾ മെമ്പറാണ്. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? ഷോക്സും വൈബ്രേഷൻസും ഇതിനെ അബ്സോർബ് ചെയ്ത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ചെറിയ ഷോക്കും വൈബ്രേഷനും ഒക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഹെവി ഷോക്കും വൈബ്രേഷനും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ബെൽറ്റ് സ്ലിപ്പാവും. ബെൽറ്റ് സ്ലിപ്പായി കഴിഞ്ഞാൽ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ബെൽറ്റ് സ്ലിപ്പായി പോയുള്ള അഡ്വാൻറ്റേജ്, ബെൽറ്റ് ഊരിപ്പോയി, ബെൽറ്റ് ഊരിപ്പോയി, അത്രേ ഉള്ളൂ. നമ്മുടെ മൊത്തം സിസ്റ്റത്തിനെ ഒന്നും അഫക്റ്റ് ചെയ്യത്തില്ല. ബെൽറ്റ് ഊരിപ്പോയി പിന്നെ അതെടുത്ത് വീണ്ടും കണക്ട് ആവും, അത്രേ ഉള്ളൂ. പക്ഷേ ഇപ്പം ഗിയറിലൊക്കെ ആണെങ്കിൽ ഓവർലോഡ് വന്നു കഴിഞ്ഞാൽ ഗിയർ ഫെയിൽ ആവും, ഗിയർ പൊട്ടിപ്പോവും. ഗിയർ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഗിയർ മൊത്തം മാറേണ്ടി വരും. ഇവിടെ ഉള്ളൊരു അഡ്വാൻറ്റേജ് ഇതാണ്. പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഇടയ്ക്കിടയ്ക്ക് ഊരിപ്പോയി കഴിഞ്ഞാൽ പവർ ലോസ് ഉണ്ടാവും, ലേബർ എഫേർട്ട് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ബെൽറ്റ് എലോങ്ങേഷൻ സംഭവിക്കും, ബെൽറ്റ് പെട്ടെന്ന് മാറ്റേണ്ടി വരും. ഓക്കെ, അപ്പോൾ ബെൽറ്റ് സ്ലിപ്പ് ഒരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉള്ളൊരു പ്രോസസ്സാണ്. അത് രണ്ടും മനസ്സിലാക്കുക. സ്ലിപ്പ് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് ആണ്, ഓവർലോഡ് സംഭവിച്ചു കഴിഞ്ഞാൽ ബെൽറ്റ് അങ്ങ് ഊരിപ്പോക്കോളും. ബെൽറ്റ് ഊരിപ്പോയി കഴിഞ്ഞാൽ ബാക്കി ഒന്നിനെ അഫക്റ്റ് ചെയ്യത്തില്ല, ബാക്കി എല്ലാവരും സേഫ് ആയിരിക്കും. ഡിസഡ്വാൻറ്റേജ് എന്താണ്? പവർ ലോസ്, എലോങ്ങേഷൻ സംഭവിക്കും, സ്ലിപ്പിംഗ്, എല്ലാം ഡിസഡ്വാൻറ്റേജ് ആണ്. ഹ്യൂമൻ എഫർട്ട് കൂടുതൽ വേണം. ഓക്കെ, അപ്പോൾ ഈ ഫ്ലെക്സിബിൾ മെമ്പർ ആകുമ്പോൾ ഇതിന് ഷോക്കും വൈബ്രേഷൻസും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളൊരു ഡിസഡ്വാൻറ്റേജ് ആണ് അത് നമ്മുടെ ഷാഫ്റ്റ്, പവർ ട്രാൻസ്മിഷൻ, ഇതെല്ലാം ഷാഫ്റ്റുകളിലോട്ടാണ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഷാഫ്റ്റിലാണ് എല്ലാവരും ഫിറ്റ് ചെയ്യുന്നത്. ഗിയറിനാണെങ്കിലും ഈ കപ്ലിംഗ് ആണെങ്കിലും പുള്ളി ആണെങ്കിലും എല്ലാം ഫിറ്റ് ചെയ്യുന്നത് ഷാഫ്റ്റുകളിലാണ്. അതുകൊണ്ടാണ് നിങ്ങൾ DME 1 ഷാഫ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററായിട്ട് പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഷാഫ്റ്റിലോട്ടാണ് ഫിറ്റ് ചെയ്യുന്നത്. ഇതുപോലെയുള്ള ഈ ഷോക്കും ഇമ്പാക്ട് ലോഡും വന്നു കഴിഞ്ഞാൽ ഷാഫ്റ്റിൻ്റെ ലൈഫിന് എഫക്റ്റ് ആവും. ഓക്കെ, അത് ഷാഫ്റ്റിൽ എന്തുണ്ടാവും? റൊട്ടേറ്റ് ചെയ്യുന്ന എല്ലാ സ്ഥാനത്തും ലോകത്ത് എന്തുണ്ടാവും? ബിയറിങ്സ് ഉണ്ടാവും, ഫ്രിക്ഷൻ കുറയ്ക്കാൻ. ലോകത്തുള്ള എല്ലാ റൊട്ടേറ്റിംഗ് ബോഡിയിലും ബിയറിങ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ എഞ്ചിൻ എടുത്തു കഴിഞ്ഞാൽ എഞ്ചിന് എവിടെയൊക്കെ റൊട്ടേഷൻ നടക്കുന്നു അവിടെയൊക്കെ ബിയറിംഗ് ഉണ്ട്. ക്രാങ്കിനകത്ത് ബിയറിംഗ് ഉണ്ട്. ഓക്കെ, അതുപോലെ ഗിയറിനകത്തുകളെല്ലാം ബിയറിംഗ് ഉണ്ട്. എവിടെയൊക്കെ റൊട്ടേഷൻ ഉണ്ട് അവിടെയൊക്കെ ബിയറിംഗ്, കാരണം ബിയറിംഗ് ഉണ്ടെങ്കിൽ ഫ്രിക്ഷൻ പറയും. ടയറിനകത്ത് ബിയറിംഗ് ഉണ്ട്, ചെയിൻ സ്പ്രോക്കറ്റിനകത്ത് ബിയറിംഗ് ഉണ്ട്. എവിടെയൊക്കെ റൊട്ടേഷൻ ഉണ്ടോ അവിടെയൊക്കെ ബിയറിംഗ് ഉണ്ട്. എന്തിനാണ് ബിയറിംഗ്? ഫ്രിക്ഷൻ കുറയ്ക്കാനാണ് ബിയറിംഗ്. പവർ ലോസ് കുറയ്ക്കുക, ലോസ് ഉണ്ടാവരുത്, ഇതിനാണ് ബിയറിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബേസിക് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് നല്ലോണം റെഫർ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്കിൽ ഞാനൊരു PPT അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ PPT ഞാൻ അസാപ്പിനെ ക്ലാസ് എടുക്കാൻ യൂസ് ചെയ്ത PPT ആണ്. അസാപ്പിനെ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും ഡൗൺലോഡ് ചെയ്ത് വായിക്കുക. ക്ലാസ് അറ്റൻഡ് ചെയ്തവരും ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിയറി പഠിക്കാനായിട്ട് യൂസ് ചെയ്യും. അതിനകത്ത് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആപ്ലിക്കേഷൻസ് ഞാൻ സെപ്പറേറ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പഠിച്ച് വയ്ക്കുക, അതൊക്കെ ചോദിക്കാം. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പഠിച്ചത്. ഇനി കുറേ സ്ലിപ്പിംഗ് പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻ പൊസിഷനിൽ നിന്ന് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ബെൽറ്റ് സ്ലിപ്പ് ചെയ്ത് പുള്ളിയിൽ നിന്ന് തെറിച്ച് പോകുന്ന പ്രോസസ്സിനെയാണ് സ്ലിപ്പിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, മനസ്സിലായി? അതായത് ഇപ്പോൾ ഒരു പുള്ളി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഈ ഫിഗർ ഓക്കെ ഇതിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു പുള്ളിയും പോയേക്കുവാണ്, പുള്ളിയിലെ ബെൽറ്റ് പോയേക്കാണ്. ഓക്കെ, ഇപ്പോൾ ഈ ബോഡിയിൽ നിന്ന് ഇങ്ങനെ സ്ലിപ്പ് ചെയ്ത് പുറത്തോട്ട് വരുന്ന ടെൻഡൻസിയാണ് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ പോയി സ്ലിപ്പ് ചെയ്ത് ഇങ്ങനെ വീഴുന്ന ടെൻഡൻസിയാണ് എന്തെന്ന് വിളിക്കുന്നത്? സ്ലിപ്പിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ക്രീപ്പും സ്ലിപ്പും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ ഉറപ്പായിട്ടും നല്ലപോലെ മനസ്സിലാക്കി മനസ്സിൽ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ വയ്ക്കേണ്ട കാര്യമാണ്. വാട്ട് ഈസ് ക്രീപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ലോഡിങ് ഉണ്ടാകുമ്പോഴത്തേക്കും ടെൻഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് കാരണം മുമ്പോട്ട് സ്ലിപ്പാവുള്ളതിന്, അതായത് ഇപ്പോൾ ഈ പൊസിഷനിലാണ് നിൽക്കുന്നത് ബെൽറ്റ് അല്ലേ, ഇച്ചിരൂടെ ഒന്ന് സ്ലിപ്പായി മുമ്പോട്ട് വരുന്നതിനെയാണ് ക്രീപ്പ് എന്ന് വിളിക്കുന്നത്. അതായത് ടെൻഷൻ ഡിഫറൻസസ് കാരണം ഇവിടെ എത്തേണ്ട ബെൽറ്റ് ഒന്നുകൂടെ സ്ലിപ്പായി ഇനി മുമ്പോട്ട് വരും. അത് കോഎഫിഷ്യൻ്റ് ഫ്രിക്ഷൻ്റെ കുറവ് കൊണ്ടും വരാം. ഓക്കെ, അതായത് ഫ്രിക്ഷൻ, ഇതിനിടയ്ക്കുള്ള ഫ്രിക്ഷൻ ഇൻസഫിഷ്യൻ്റ് ആകുമ്പോഴും ക്രീപ്പ് സംഭവിക്കും. അപ്പോൾ ക്രീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുമ്പോട്ട് സ്ലിപ്പായി പോകുന്നതിനാണ് ക്രീപ്പ് എന്ന് പറയുന്നത്. ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ സ്ലിപ്പായി പോകുന്നതിനെയാണ് സ്ലിപ്പ് എന്ന് വിളിക്കുന്നത്. അതാണ് സ്ലിപ്പും ക്രീപ്പും തമ്മിലുള്ള ഡിഫറൻസ്. അത് ഉറപ്പായിട്ടും മനസ്സിലാക്കാൻ ഞാൻ അസാപ്പിൻ്റെ ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടില്ല. മുമ്പോട്ട് സ്ലിപ്പായി പോകുന്നതിനെയാണ് ക്രീപ്പ് എന്ന് വിളിക്കുന്നത്. അതായത് ഇങ്ങനെ കറങ്ങി പോകുന്നതിനിടയിൽ മുമ്പോട്ടൊന്ന് സ്ലിപ്പായി അങ്ങ് പോകും. നിങ്ങൾ നടക്കുമ്പോൾ ഇത്തിരി സ്ലിപ്പായി പോകില്ല. അതുപോലെ സ്ലിപ്പിംഗ്, ഫോർവേഡ് സ്ലിപ്പിംഗ് ആണ് ക്രീപ്പ് എന്ന് പറയുന്നത്. ലെഫ്റ്റ് ടു റൈറ്റ് സ്ലിപ്പിംഗ് ആണ് എന്തെന്ന് പറയുന്നത്? സ്ലിപ്പ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിൻ്റെ ടോപ്പ് വ്യൂ ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ ടോപ്പ് വ്യൂ വരച്ച ഒരു റെക്റ്റാങ്കിൾ ആയിരിക്കുമല്ലോ അല്ലേ? ഇതിൻ്റെ ബെൽറ്റിൻ്റെ ടോപ്പ് വ്യൂ ആണ് വരച്ചത് അല്ലേ? അപ്പോൾ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ഉള്ള സ്ലിപ്പിങ്ങിനെയാണ് സ്ലിപ്പ് എന്ന് വിളിക്കുന്നതും, അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ഉള്ള മൂവ്മെൻറ്റിനെയാണ് സ്ലിപ്പ് എന്ന് വിളിക്കുന്നതും, മുമ്പോട്ടോ പുറകിലോട്ടോ ഉള്ള മൂവ്മെൻറ്റിനെയാണ് ക്രീപ്പ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഈ കാര്യം മാത്രം തീർച്ച ചോദിക്കുകയാണെങ്കിൽ ഈ ഫിഗറും കൂടെ വരച്ച് വയ്ക്കുക. ഓക്കെ, അങ്ങോട്ടോ ഇങ്ങോട്ടോ സ്ലിപ്പായി പോകുന്നതിനെയാണ് സ്ലിപ്പ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടുള്ള മൂവ്മെൻറ്റിനെ, റിലേറ്റീവ് മൂവ്മെൻറ്റിനെയാണ് സ്ലിപ്പ് എന്ന് വിളിക്കുന്നത്.
മുമ്പോട്ടോ പുറകോട്ടോ ഉള്ള റിലേറ്റീവ് മൂവ്മെൻറ്റിനെയാണ് ക്രീപ്പ് എന്ന് വിളിക്കുന്നത്. ഇതാണ് സ്ലിപ്പും ക്രീപ്പും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ്. ഓക്കെ, കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഡീറ്റെയിൽ ഫിഗർ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റെഫറൻസ് ടെക്സ്റ്റുകൾ റെഫർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും, ഐഡിയാസ് കൂടുതൽ കിട്ടും. ഓക്കെ, ഇനി അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ സ്ലൈഡിലുണ്ട്, ഒന്ന് വായിക്കുക. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഫ്ലെക്സിബിൾ മെമ്പറാണ്, ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഷോക്സ് ആൻഡ് വൈബ്രേഷൻസ്, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യാം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജ്. കാര്യം ബെൽറ്റ് ഡ്രൈവിൻ്റെ ഏറ്റവും വാലിഡ്, ഇപ്പോൾ ഞാൻ ഇതുവരെ അത് പറഞ്ഞില്ല, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൽറ്റ് ഡ്രൈവ് യൂസ് ചെയ്ത് നമുക്ക് ലോങ്ങർ ഡിസ്റ്റൻസിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷനും അഡ്വാൻറ്റേജും മറ്റ് കാര്യങ്ങളിൽ നിന്നും വേർതിരിച്ച് നിർത്തുന്നതും ബെൽറ്റ് ഡ്രൈവിൻ്റെ ആപ്ലിക്കേഷൻ ഇതാണ്. ഓക്കെ, എന്ത് പഠിക്കുമ്പോഴും നമ്മൾ റിയൽ ലൈഫായിട്ട് അതിനെ മാച്ച് ചെയ്ത് വേണം പഠിക്കാൻ. നിങ്ങൾ ബെൽറ്റ് ഡ്രൈവ് റിയൽ ലൈഫിൽ എവിടെ കണ്ടിട്ടുണ്ട്? മോസ്റ്റ് ഓഫ് ദ ബോയ്സ് കണ്ടിട്ടുണ്ടായിരിക്കും ഉറപ്പായിട്ടും. അരി ഓടിക്കാൻ പോകുന്ന മില്ല് ആലോചിച്ചാൽ മതി. ഓക്കെ, മെക്കാനിക്കൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ബോയ്സ് അല്ലേ? അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത് റിയൽ ലൈഫ് റിലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. അതായത് റിയൽ ലൈഫിൽ എവിടെയൊക്കെ നിങ്ങളിത് കണ്ടിട്ടുണ്ട്? ഓക്കെ, ബെൽറ്റ് ഡ്രൈവ്സ്. ഓക്കെ, എവിടെ കണ്ടിട്ടുണ്ട്? അരി പിടിക്കാൻ പോകുന്ന മില്ല് ഏറ്റവും സിമ്പിൾ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. അരി പിടിക്കാൻ പോകുന്ന മില്ലിൽ എവിടെയാണ് കാണുന്നത്? നമ്മളെ ഓരോ ഇതിലും പുള്ളിയുണ്ട്, കണ്ടോ? വലിയൊരു റൗണ്ട് സാധനം, അതാണ് പുള്ളി. ഓക്കെ, എല്ലാ മെഷീനിലും ഓരോ പുള്ളി ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഏത് ഇപ്പോൾ ഗോതമ്പ് പൊടിക്കുന്ന മെഷീനാണ് എനിക്ക് കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ മോട്ടർ എന്നുള്ള പുള്ളിയും ആ ഗോതമ്പിൻ്റെ മോട്ടറിൻ്റെ മെഷീൻ്റെ പുള്ളിയും കൂടെ എടുത്ത് ഒരു ബെൽറ്റ് കണക്ട് ചെയ്യും. എന്നിട്ട് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് കറങ്ങും. ഓക്കെ, അപ്പോൾ അതിനെയാണ് നിങ്ങൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഇത്രേ ഉള്ളൂ. അപ്പോൾ അതിനെ നിങ്ങൾ ഡിസൈൻ ചെയ്യാൻ പോകണം. ഈ പുള്ളിയുടെ ഡയമീറ്റർ കണ്ടുപിടിക്കണം, ആ പുള്ളിയുടെ ഡയമീറ്റർ കണ്ടുപിടിക്കണം, ബെൽറ്റിൻ്റെ ലെങ്ത്, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എത്ര. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് നോക്കിയേ, ഗിയറൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ ഈ മില്ലിമീറ്ററിലാണ് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് പറയുന്നത്. ഒരു ഗിയറിനൊക്കെ എന്തോ സൈസ് വരും. നോർമൽ ഹെവി ആപ്ലിക്കേഷൻസ് ഇപ്പോൾ ഷിപ്പിൻ്റെ എഞ്ചിനിലേക്കുള്ള ഗിയറിന് എന്നെക്കാൾ ഉയരം ഉണ്ടാവും. എൻ്റെ അല്ല, ചിലപ്പം ഒരു നില വീടിൻ്റെ അത്ര ഉയരമൊക്കെ ഉള്ള ഗിയേഴ്സ് ഉണ്ട്. പക്ഷേ നോർമലി ഉള്ള ഗിയേഴ്സ് എല്ലാം ചെറിയ സൈസിലുള്ള ഗിയേഴ്സാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. ഇൻ മില്ലിമീറ്റർ അല്ലെങ്കിൽ സെൻറ്റിമീറ്ററിൽ പറയാവുന്നതേ ഉള്ളൂ. പക്ഷേ ബെൽറ്റ് ഡ്രൈവ് അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലോങ്ങർ ഡിസ്റ്റൻസിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനാണ്. വളരെ വലിയ ലെങ്തിൽ ഡിസ്റ്റൻസിൽ നമുക്ക് പവർ എത്തിക്കാൻ പറ്റും ബെൽറ്റ് ഡ്രൈവ് വഴി. അതിൻ്റെ ആപ്ലിക്കേഷനാണെന്ന് ഞാൻ പറഞ്ഞ റൈസ് മിൽ അല്ലേ? ഒരു വലിയ ഹാളിൽ പല സ്ഥലത്തിരിക്കുന്ന മെഷീൻ മുഴുവൻ പവർ ചെയ്യാൻ ഒരൊറ്റ മോട്ടർ മതി. ആ ഒരൊറ്റ മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ബെൽറ്റ് എങ്ങനെ കണക്ട് ചെയ്യുന്ന അവിടെയൊക്കെ പവർ എത്തും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഏതിൻ്റെ? ബെൽറ്റ് ഡ്രൈവിൻ്റെ. ക്യാൻ ട്രാൻസ്മിറ്റ് പവർ ഓൺ ലോങ്ങർ ഡിസ്റ്റൻസ്. ഓക്കെ, ആസ് വെൽ ആസ് ഷോർട്ടറിലും ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും, ലോങ്ങറിലും ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവിൻ്റെ അല്ലെങ്കിൽ നോർമൽ ബെൽറ്റ് ഡ്രൈവിൻ്റെ അല്ലെങ്കിൽ ഒരു ഫ്ലെക്സിബിൾ മെഷീൻ എലമെൻറ്റിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഓക്കെ, റിജിഡ് മെമ്പറിനെ വെച്ച് നോക്കി കഴിഞ്ഞാൽ ലോങ് ഡിസ്റ്റൻസ് പവർ ട്രാൻസ്മിഷൻ പോസിബിൾ. ഇനിഷ്യൽ കോസ്റ്റ് ഈസ് വെരി ചീപ്പ്, റണ്ണിങ് കോസ്റ്റ് ഈസ് ആൾസോ ചീപ്പ്, ബട്ട് പീരിയോഡിക് മെയിൻ്റനൻസ് അത് ഡിസഡ്വാൻറ്റേജ് ആണ്. ബെൽറ്റ് ഇടയ്ക്കിടയ്ക്ക് ടൈറ്റ് ചെയ്ത് കുറേ നാൾ വർക്ക് ചെയ്യുമ്പോൾ ഇത് ലൂസ് ആവും. അത് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് സാഗിങ് എന്ന് വിളിക്കും. സാഗിങ് തൂങ്ങിപ്പോവാം. ഓക്കെ, തൂങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ടൈറ്റ് ചെയ്ത് ബെൽറ്റ് ടൈറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അഡ്വാൻറ്റേജ്. ഡിസഡ്വാൻറ്റേജ് എന്താണ്? പീരിയോഡിക് മെയിൻ്റനൻസ് വേണം. പിന്നെ പവർ ലോസ് കൂടുതലാണ്. ഇപ്പോൾ റിജിഡ് മെമ്പർ ആയതുകൊണ്ട് പവർ ലോസ് ഒന്നുമില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മാക്സിമം ലോഡും ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതിന് ഫ്രീ പ്ലേയും ക്രീപ്പും സ്ലിപ്പും ഒക്കെ വരുന്നതുകൊണ്ട് പവർ ലോസ് കൂടുതലാണ്. ഓക്കെ, പിന്നെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ബേസ് ചെയ്താണ് പവർ കിട്ടുന്നതും. അത് കൂടാൻ കുറയാം, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് അതാണ് ബേസിക് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്ന് പറയുന്നത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ പോയിന്റ്സ് ഞാൻ PPT ഇട്ടിട്ടുണ്ട്. ആ ഗൂഗിൾ ഡ്രൈവ് ലിങ്കിൽ പോയി ആ PPT ഡൗൺലോഡ് ചെയ്ത് വായിക്കാം. ഓക്കെ, ഇനി അടുത്ത പഠിക്കാനുള്ള ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെ ഇത് യൂസ് ചെയ്യാം? ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പ്രൈം മൂവേഴ്സ്, അതായത് നമ്മളെ മോട്ടറിനൊക്കെ പവർ വേറെ സ്ഥലത്ത് എത്തിക്കാൻ. അതാണ് എൻ്റെ ഒരു എക്സാമ്പിളാണ് മില്ല്. അല്ലെങ്കിൽ മില്ല് സ്പെസിഫൈ ചെയ്താൽ മിൽസ്, ഇൻഡസ്ട്രീസ്, ഹെവി മെഷീനറി ഇൻഡസ്ട്രീസ്. പിന്നെ വണ്ടികൾ യൂസ് ചെയ്യും. എവിടെയാണ് വണ്ടികൾ യൂസ് ചെയ്യുന്നത്? എഞ്ചിനകത്തുള്ള ആൾട്ടർനേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വണ്ടിക്ക് ആവശ്യമായ മുഴുവൻ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ആൾട്ടർനേറ്റർ എന്ന് പറഞ്ഞ യൂണിറ്റാണ്. അല്ലാണ്ട് വണ്ടിയിൽ കണക്ട് ചെയ്തിരുന്ന ബാറ്ററി അല്ല ഫുൾ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബാറ്ററി ചുമ്മാ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ വണ്ടി അടിച്ചു പോകുമെന്ന് പറഞ്ഞത്. എഞ്ചിൻ ഓൺ ആവണം. എഞ്ചിൻ ഓൺ ആയി കഴിഞ്ഞാൽ ആൾട്ടർനേറ്റർ വർക്കാവും. ആൾട്ടർനേറ്റർ വർക്കായി കഴിഞ്ഞാൽ ആൾട്ടർനേറ്റർ ബാറ്ററി ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. ആൾട്ടർനേറ്ററിന് എഞ്ചിൻ്റെ പവർ ആൾട്ടർനേറ്ററിൽ എത്തിച്ച് കറക്കണം. അതിന് യൂസ് ചെയ്യുന്നത് ബെൽറ്റ് ഡ്രൈവാണ്. അതിന് യൂസ് ചെയ്യുന്നത് ബെൽറ്റ് ഡ്രൈവാണ്. അത് നമ്മൾ പിന്നെ പഠിക്കും. ഓക്കെ, അപ്പോൾ ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവ്, ബെൽറ്റ് ഡ്രൈവ് നമ്മളെ വ്യത്യാസങ്ങളും എല്ലാം നമുക്ക് പഠിക്കാം. അതുപോലെ ഇനി ഈ സ്ലൈഡിൽ ഞാൻ ഫ്ലാറ്റ് ബെൽറ്റ്, ബെൽറ്റ് നമ്മൾ വ്യത്യാസം ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ആപ്ലിക്കേഷൻസ് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അതിൻ്റെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് പോകാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ബെൽറ്റ് ഡ്രൈവ്. ബെൽറ്റ് ഡ്രൈവിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ഓക്കെ, അത് ഞാനിവിടെ എഴുതാം. ബെൽറ്റ് ഡ്രൈവ്സ്. ഓക്കെ, ബെൽറ്റ് ഡ്രൈവ്സിൻ്റെ ബേസിക് ക്ലാസിഫിക്കേഷനാണ് ഞാനിപ്പോൾ എഴുതാൻ പോകുന്നത്. രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവും ബെൽറ്റ് ഡ്രൈവും അല്ലേ? ഈ ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവ്, ബെൽറ്റ് ഡ്രൈവ്. ഫ്ലാറ്റ് ബെൽറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? തിൻ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ഉള്ളത് ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവും ട്രപ്പിസോഡൽ ക്രോസ് സെക്ഷൻ ഉള്ളത് ബെൽറ്റ് ഡ്രൈവുമാണ്. അതായത് നമ്മുടെ ബെൽറ്റ് ഡ്രൈവിൻ്റെ
മുറിച്ച് നമ്മൾ ബെൽറ്റ് ഡ്രൈവിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ബെൽറ്റ് ഡ്രൈവ് ആണെങ്കിൽ അതിൻ്റെ ക്രോസ് സെക്ഷൻ ഇത് ഇങ്ങനെ ഇരിക്കും, ട്രപ്പിസോയിഡ്. ഓക്കെ, അതുപോലെ ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവ് ആണെങ്കിൽ ഒരു തിൻ റെക്റ്റാങ്കിൾ ആയിട്ടും ഇരിക്കും. ഓക്കെ, ഒരു തിൻ റെക്റ്റാങ്കിളാണ്. നമ്മൾ ഇടുന്ന ബെൽറ്റ് ഇല്ലേ, കോസ്മെറ്റിക് ബെൽറ്റ്, ആ ബെൽറ്റിനും കട്ട് ചെയ്ത് എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കുള്ളൂ. ഓക്കെ, സോ അപ്പോൾ ഇതാണ് ബേസിക് ഡിഫറൻസ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവിനെ നമുക്ക് പിന്നെ ക്ലാസിഫൈ ചെയ്യാം. ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓപ്പൺ ബെൽറ്റ്, ക്രോസ്ഡ് ബെൽറ്റ്, കോമ്പൗണ്ട് ബെൽറ്റ്. ഓക്കെ, വി ബെൽറ്റിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. നമ്മുടെ നോർമൽ വി ബെൽറ്റ്, കോഗ്ഡ് വി ബെൽറ്റ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബേസിക് ക്ലാസിഫിക്കേഷൻ. ഇത് ഓരോന്നും എന്താണെന്ന് ഞാനിപ്പം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിൽ നിങ്ങൾ പഠിക്കേണ്ടത്, അതായത് ഡിസൈൻ പ്രോബ്ലം പഠിക്കേണ്ടത്, ഫ്ലാറ്റ് ബെൽറ്റിനാണെങ്കിൽ ഓപ്പൺ ബെൽറ്റ് മാത്രം പഠിച്ചാൽ മതി, അത് മാത്രമേ ചോദിക്കൂ. ക്രോസ് ബെൽറ്റ് ആണെങ്കിലും ചെറിയ ഡിഫറൻസേ ഉള്ളൂ. കോമ്പൗണ്ട് ബെൽറ്റ് ഒന്നും നിങ്ങൾ ഡിസൈൻ ചെയ്യാൻ പഠിക്കുന്നത്. അതുപോലെ തന്നെ വി ബെൽറ്റ് ഡ്രൈവ് ആണെങ്കിൽ നോർമൽ വി ബെൽറ്റ്, കോഗ്ഡ് ബെൽറ്റും നിങ്ങൾക്ക് ഡിസൈൻ ഒന്നും പഠിക്കേണ്ട, കാര്യം എന്താണെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ചാപ്റ്ററിൽ വി ബെൽറ്റിനെ കുറിച്ച് ഒന്നും പഠിക്കുന്നില്ല. നമ്മൾ ഫുൾ പഠിക്കാൻ പോകുന്നത് ഫ്ലാറ്റ് ബെൽറ്റ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഡിസൈൻ പ്രൊസീജിയറാണ്. ഓക്കെ, വി ബെൽറ്റ് നമുക്ക് പിന്നെ പഠിക്കാം, ഇതിൻ്റെ പ്രോബ്ലം ഒക്കെ പഠിച്ചതിന് ശേഷം. ഓക്കെ, അതുപോലെ തന്നെ വി ബെൽറ്റ് ഫ്ലാറ്റ് ബെൽറ്റ് തമ്മിലുള്ള ഡിഫറൻസസ്, എന്തൊക്കെ ഡിഫറൻസസ് ഉണ്ട്, അതും ഞാൻ PPT ഇട്ടിട്ടുണ്ട്. ക്ലിയർ പോയിന്റ്സ് ഓരോന്നിനും ഇട്ടിട്ടുണ്ട്. അത് നല്ലപോലെ വായിച്ച് പഠിക്കുക. അത് തിയറി ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, ഫ്ലാറ്റ് ബെൽറ്റും വി ബെൽറ്റും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ നമുക്കിനി എന്ത് പഠിക്കാം? ക്ലാസിഫിക്കേഷൻ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഫിഗർ ഒന്ന് നോക്കി, ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഓക്കെ, ആ ഫിഗർ കാണാമല്ലോ നിങ്ങൾക്ക്. ഒന്ന് ഇങ്ങോട്ട് വന്നിട്ട് പോവാം നമുക്ക്. ഓക്കെ, ഒന്നിങ്ങനെ വന്നേ, ഇത് നോക്കിയേ. ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ ഇതാണൊരു നോർമൽ ബെൽറ്റ് ഡ്രൈവ് എന്ന് വയ്ക്കുക. ഫ്ലാറ്റ് ബെൽറ്റ് ആണെങ്കിലും വി ബെൽറ്റ് ആണെങ്കിലും ഇത്. ഓക്കെ, ഇതാണ് ഒരു ബെൽറ്റ് ഡ്രൈവ് സിസ്റ്റം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്, ഇത് ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യം പോലും ഇല്ല, നിങ്ങൾ ആൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഈ സ്മോൾ ബെൽറ്റ് ഡ്രൈവും ആ പുള്ളിയുടെ സർഫസും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, ഇത് ഈ ആംഗിൾ, അതിനെ തീറ്റ സ്മോൾ എന്ന് വിളിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ, ഇതിൻ്റെ കോണ്ടാക്ട് പോയിൻറ്റും ഇതിൻ്റെ കോണ്ടാക്ട് പോയിൻറ്റും തമ്മിൽ മേക്ക് ചെയ്യുന്ന ഈ ആംഗിൾ, ഇതിനെ തീറ്റ ലാർജർ എന്നും വിളിക്കും. ഓക്കെ, ഇതാണ് തീറ്റ സ്മാളർ പുള്ളി, ഇതാണ് തീറ്റ ലാർജർ പുള്ളി. അതായത് ലാർജർ പുള്ളി ബെൽറ്റ് മേക്ക് ചെയ്യുന്ന ആംഗിൾ കോണ്ടാക്ട് ആംഗിൾ, സ്മോളർ പുള്ളിയിൽ ബെൽറ്റ് മേക്ക് ചെയ്യുന്ന കോണ്ടാക്ട് ആംഗിൾ, തീറ്റ എസും തീറ്റ ആയും. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇതാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ഈ ഫിഗർ നോക്കി, ആ ഫിഗർ നോക്കി, കാരണം ആ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്മോളർ പുള്ളി ആംഗിളും ലാർജർ പുള്ളി ആംഗിളും എന്താണെന്ന്. ഓക്കെ, ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ഈ അണ്ടർസ്റ്റാൻഡിങ് നല്ലപോലെ വേണം, അല്ലാണ്ട് ഒന്നും കാണാതെ പഠിക്കരുത്. എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തന്നെ മുമ്പോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്മോളർ പുള്ളി ലാർജർ പുള്ളി എന്താണെന്ന് നിങ്ങളിപ്പോൾ കണ്ടു. സ്മോളർ പുള്ളി ലാർജർ പുള്ളിയുടെ ആംഗിൾ എന്താണെന്ന് നിങ്ങൾ കണ്ടല്ലോ, അത് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഇനി ഇത് ബേസ് ചെയ്തുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് അടുത്തത്. അതുകൊണ്ടാണ് ഞാൻ ഇത് ആദ്യം പറഞ്ഞത്. അടുത്ത എന്താണ് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ ഫിഗർ നോക്കി, ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് എന്നും ക്രോസ് ബെൽറ്റ് ഡ്രൈവ് എന്നും ക്ലാസിഫൈ ചെയ്യാം. ഓപ്പൺ ബെൽറ്റ് ഡ്രൈവും ക്ലോസ് ബെൽറ്റ് ഡ്രൈവും തമ്മിലുള്ള വ്യത്യാസം, നിങ്ങൾ ഈ കാണുന്ന ഞാൻ ഈ ബോഡി വരച്ചേക്കുന്ന ഫിഗറാണ് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ്. ഇതേ ബെൽറ്റ് ഡ്രൈവിനെ ഞാൻ ഈ ബെൽറ്റ് മാറ്റി ക്രോസ്ഡ് ബെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ തുടങ്ങുന്ന ബെൽറ്റ് ഇത് ഇങ്ങനെ പോകും, ഇനി ഇവിടെ തുടങ്ങുന്ന ബെൽറ്റ് ഇത് ഇങ്ങനെ വരും. ഓക്കെ, ഈ സാഗില്ല, സ്ട്രൈറ്റ് ലൈൻ ആണ് കേട്ടോ, ഞാൻ വരച്ചതിലുള്ള മിസ്റ്റേക്കാണ്. അപ്പോൾ ഇതിനെയാണ് ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവ് എന്ന് വിളിക്കുന്നത്. ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവിന് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിനെ വെച്ച് നോക്കി കഴിഞ്ഞാൽ സെയിം സിസ്റ്റത്തിൽ തന്നെയാണെങ്കിൽ ആംഗിൾ കൂടുതലായിരിക്കും. അതായത് കുറച്ചുകൂടെ ഇങ്ങനെ ചരിഞ്ഞ് വരുന്നതുകൊണ്ട് ഈ ലൈൻ മാറി ഇത്തിരി ഇങ്ങോട്ട് വരും, കണ്ടോ? അതായത് തീറ്റ എസും തീറ്റ എല്ലും ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവ് ആകുമ്പോൾ കൂടും. അതുപോലെ തന്നെ ലെങ്തും കൂടും, ഇങ്ങനെ ചരിഞ്ഞ് പോയിക്കോല്ലേ. അപ്പോൾ ലെങ്ത് ഓഫ് ദ ബെൽറ്റ് ഡ്രൈവും കൂടും, തീറ്റ എസും തീറ്റ എല്ലും കൂടും ക്രോസ് ബെൽറ്റ് ഡ്രൈവ് കഴിഞ്ഞ്. ഇനി നിങ്ങൾ ഈ കാണുന്ന വീഡിയോ നോക്കൂ. ഓക്കെ, നിങ്ങൾ ഡാറ്റ ഫിഗറിൽ നോക്കി കാണാമോ? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഓപ്പൺ ബെൽറ്റ് ഡ്രൈവും കാണാം, ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവും കാണാം. നിങ്ങൾക്ക് രണ്ടും കാണാൻ പറ്റും. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ഈ ഒരൊറ്റ പാർട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഒരു രീതിയിലുള്ള കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല, എല്ലാ കാര്യങ്ങളും ഇതിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ വീഡിയോസ് ഞാൻ ഏതോ ഒരു വെബ്സൈറ്റിൽ നിന്നാണ് എടുത്തത്. ആ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അവർ മനോഹരമായി തന്നെയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്കിത് ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഇവിടെ ഇടാൻ പറ്റിയത്. ഓക്കെ, താങ്ക്സ് ഫോർ ദം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട്, വേണമെന്നുള്ളവർ ആ വെബ്സൈറ്റിൽ പോയി കൊണ്ട് കുറച്ചുകൂടെ അനിമേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവും ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് മനസ്സിലായല്ലോ. ഇത് ഇത്രേ ഉള്ളൂ, ഓപ്പൺ ബെൽറ്റ് ഡ്രൈവും ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവും തമ്മിലുള്ള ഡിഫറൻസ്.
ഇത് രണ്ടിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. രണ്ടിൻ്റെ ഡിസൈൻ തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല, പ്രൊസീജിയർ സെയിം ആണ്. ഒന്ന് രണ്ട് ഇക്വേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ അത് ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ബേസിക് ഇക്വേഷൻസ് ഒക്കെ സെയിം ആണ്. അപ്പോൾ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് മനസ്സിലായി, ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവ് മനസ്സിലായി. ഇനി എന്തുകൊണ്ട് കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവ്. ഓക്കെ, കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുള്ളി തന്നെ ഒന്നിലധികം മറ്റു പുള്ളികളെ പവർ കൊടുക്കുന്നതിനെയാണ് കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത്. ഓക്കെ, അതെന്തെന്ന് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഈ ഫിഗർ നോക്കി കാണാമല്ലോ. ആ ഫിഗറും ആ വീഡിയോ നോക്കി നിങ്ങൾക്ക് കാണാമല്ലോ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓപ്പൺ കോമ്പൗണ്ട് ബെൽറ്റ്. അതായത് ഒരു പുള്ളി, അതായത് ഗ്രീൻ പുള്ളി, ഒരൊറ്റ ഗ്രീൻ പുള്ളി ഒന്നിലധികം റെഡ് പുള്ളീസിന് പവർ എത്തിക്കുന്നുണ്ടോ? ഈ സിസ്റ്റത്തിനെയാണ് കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവ് എന്ന് വിളിക്കുന്നത്. അതായത് ഒരു ഡ്രൈവർ പുള്ളി ഒന്നിലധികം ഡ്രിവൺ പുള്ളിയും ഉള്ള കേസാണ് കോമ്പൗണ്ട് ബെൽറ്റ്. ഇതിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് പഠിക്കാനില്ല, കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കി തിയറി ചോദിച്ചാൽ എഴുതുക. ഇതൊന്നും തിയറി ചോദിക്കാൻ ചാൻസ് ഇല്ല, നിങ്ങൾക്ക് ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ പറയുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവ് ബേസിക് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി നിങ്ങൾ എന്തോ പഠിക്കാനുള്ളത്? ബേസിക് ഫണ്ടമെന്റൽസ് ഒക്കെ മനസ്സിലായല്ലോ. ഇനി നിങ്ങൾക്ക് പണ്ട് മുതലേ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൊരു കാര്യമുണ്ട്. എന്താണ് ഈ ടൈറ്റ് സൈഡും എന്താണ് ഈ സ്ലാക്ക് സൈഡും, ഏതാണ് ടൈറ്റ് ഏതാണ് സ്ലാക്ക് എന്ന്. ഓക്കെ, അത് നമുക്ക് ഇപ്പം ശരിയാക്കാം. ടൈറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതൊരു പുള്ളി, ഇത് വേറൊരു പുള്ളി, ഞാനിങ്ങനെ കണക്ട് ചെയ്തു. ഓക്കെ, ഇത് ക്ലോക്ക് വൈസ് റൊട്ടേറ്റീവ് ആണ്. ക്ലോക്ക് വൈസ്, അതായത് അങ്ങോട്ട് റൊട്ടേറ്റീവ് ആണ് അല്ലേ? അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്താൽ ടെൻഷൻ ഡയറക്ഷൻ അങ്ങോട്ടായിരിക്കും അല്ലേ? ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് ടൈറ്റ് സൈഡ്, ഇത് സ്ലാക്ക് സൈഡ്. ടെൻഷൻ ഡയറക്ഷൻ ഒന്നും നോക്കണ്ട, ഇത് മാത്രം നോക്കിയാൽ മതി. ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ മാത്രം നോക്കിയാൽ മതി. ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇവിടെ ടൈറ്റ്, ഇവിടെ സ്ലാക്ക്. ഓക്കെ, സപ്പോസ് ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇവിടെ നേരെ തിരി. ഓക്കെ, ഇവിടെ നിങ്ങോട്ടല്ലേ പവർ വരുന്നത്, അപ്പോൾ ഇവിടെ ടൈറ്റ്, ഇവിടെ പവർ വരുമല്ലേ, സ്ലാക്ക്. ഇത്രേ ഉള്ളൂ. ഇതാണ് ടൈറ്റ് സൈഡ് സ്ലാക്ക് സൈഡ്. ഓക്കെ, ഈ ടൈറ്റ് സൈഡ് സ്ലാക്ക് സൈഡും ബേസ് ചെയ്താണ് നമ്മുടെ ഫണ്ടമെന്റൽ ഇക്വേഷൻ. എന്തുകൊണ്ട് ഫണ്ടമെന്റൽ ഇക്വേഷൻ ഫോർ ബെൽറ്റ് ഡ്രൈവ്? ബെൽറ്റ് ഡ്രൈവിൻ്റെ ഏറ്റവും ഫണ്ടമെന്റൽ ഇക്വേഷൻ ഏതാണ്? T1/T2 = e⁻θ. ഒരിക്കലും മറക്കരുത്, ഒരിക്കലും ഒരു കേസിലും മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ഈ കാര്യം മറക്കരുത്. നിങ്ങൾക്ക് നാളെ ഒരു ആവശ്യത്തിന് ചിലപ്പോൾ എക്സാംസിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള കണക്റ്റിംഗ് റിലേഷൻസിൽ ഇക്വേഷൻസിൽ ഒന്നാണ് ബെൽറ്റ് ഡ്രൈവ് വന്നു കഴിഞ്ഞാൽ T1/T2 = e⁻θ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ T1 ടൈറ്റ് സൈഡ് ടെൻഷനും T2 സ്ലാക്ക് സൈഡ് ടെൻഷനും ഒന്നാണ്. മനസ്സിലായത്? അതായത് മുകളിൽ ഹയർ വാല്യൂ, ന്യൂമറേറ്റർ ഹയർ വാല്യൂ, ഡിനോമിനേറ്റർ ചെറിയ വാല്യൂ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ T1 ഇവിടെ നോക്കിയാൽ ടൈറ്റ് ആരാ? ഈ സിസ്റ്റം വേണം നോക്കാൻ, ടൈറ്റ്. അപ്പോൾ ഇവനാണ് T1, ഇതാണ് T2. അല്ലാണ്ട് എപ്പോഴും T1 മുകളിൽ വരും T2 താഴെ വരുമൊന്നുമില്ല. എവിടെയാണോ ടൈറ്റ് അത് T1, എവിടെയാണോ സ്ലാക്ക് അത് T2. ടൈറ്റിൻ്റെ ടെൻഷൻ കൂടുതലായിരിക്കും, സ്ലാക്കിൻ്റെ ടെൻഷൻ കുറവായിരിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ T1/T2 = e⁻θ. ഇതൊരു ഇക്വേഷൻ. 2, ടോർക്ക് = Ft × diameter/2. അത് ഏത് പുള്ളിയാണ് എടുക്കുന്നത് അത്. അതായത് ടോർക്ക് Ft എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ടെൻഷൻ്റെ ഡിഫറൻസ്. Ft എന്ന് പറഞ്ഞാൽ T1 - T2 × d/2 എന്നാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഒരിക്കലും മറക്കരുത് ഒരു കാരണവശാലും. ടോർക്ക് ടാൻജൻഷ്യൽ ഫോഴ്സ് ഡയമീറ്റർ/2 നിങ്ങൾക്ക് എല്ലാവർക്കും പണ്ടുള്ളേ അറിയാം, ഗിയർ ഓട്ടേ പഠിക്കുന്നത്. അതിന് Ft എന്ന് പറഞ്ഞാൽ ടെൻഷൻ, ടൈറ്റ് സൈഡ് ടെൻഷൻ - സ്ലാക്ക് സൈഡ് ടെൻഷൻ ആണെന്നും കൂടെയാണ് ഞാനിവിടെ എഴുതിയത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഒരു ഡേറ്റ ബുക്കിന് സഹായം ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾക്ക് സ്വന്തം നോളജിൽ നിന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതിനാണ് ഇത് മുമ്പത്തെ സെമ്മിൽ തന്നെ നിങ്ങൾ ഇതൊക്കെ പഠിക്കുന്നത് അതിനാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു മനസ്സിലായാലും. ഇനി നിങ്ങൾ ഈ അനിമേറ്റഡ് വീഡിയോ ഒന്ന് കണ്ടേ, ഈ ടൈറ്റ് സൈഡും സ്ലാക്ക് സൈഡും എന്താണെന്നുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഇപ്പോൾ തീരും. സ്ക്രീനിലേക്ക് നോക്കി എല്ലാവരും ഉണ്ടല്ലോ. അതിൽ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് ആദ്യം കാണിച്ചിരിക്കുന്നത്. ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മുകളിൽ ടൈറ്റ് സൈഡും താഴെ സ്ലാക്ക് സൈഡുമാണ്. ഇനി അത് കഴിഞ്ഞ് അത് ക്ലോക്ക് വൈസിലേക്ക് മാറുന്നുണ്ട്. ക്ലോക്ക് വൈസിലേക്ക് മാറുമ്പോൾ മുകളിൽ സ്ലാക്കും താഴെ ടൈറ്റും ആവും. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇതാണ്. അപ്പോൾ നോക്കി അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ കാണാനും പറ്റും, ഒരു സൈഡ് സ്ലാക്കായി ലൂസായി കിടക്കുന്നു, ഒരു സൈഡ് ടൈറ്റ് ആയിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ടൈറ്റ് സൈഡ് സ്ലാക്ക് സൈഡും ബേസ് ചെയ്ത് വേണം നമ്മുടെ ഇക്വേഷൻസ് ഒക്കെ ചൂസ് ചെയ്യാൻ. ഇത് നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ നിന്നും ഈ കാര്യത്തിൽ ഒരു കൺഫ്യൂഷനും വരത്തില്ല. ഇത് നിങ്ങളുടെ ഫണ്ടമെൻ്റലി ക്ലിയർ ആവാൻ വേണ്ടി ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ. പ്രോബ്ലത്തിൽ നമുക്ക് ടൈറ്റ് സൈഡ് സ്ലാക്ക് സൈഡ് കൺഫ്യൂഷൻസ് ഒന്നും വരത്തില്ല. അതൊക്കെ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഫെമിലിയറായി പെട്ടെന്ന് മനസ്സിലായിക്കോളും. ഓക്കെ, അപ്പോൾ ടൈറ്റ് സൈഡ് എന്ത് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇതാണ് നമ്മുടെ ബേസിക്. ഇനി ഇതിൻ്റെ ബേസിക് ആപ്ലിക്കേഷൻസിൻ്റെ കുറച്ച് ഫിഗേഴ്സ് ഞാൻ കാണിച്ചുതരാം. നിങ്ങൾ സ്ക്രീനിലേക്ക് ഒന്നുകൂടെ നോക്കി.
അപ്പോൾ എവിടെയൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് എന്ന് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞു. പ്രൈം മൂവേഴ്സിൽ യൂസ് ചെയ്യും, മില്ലിൽ യൂസ് ചെയ്യും, അങ്ങനെ ഓരോരോ സ്ഥലത്ത് ആപ്ലിക്കേഷൻസ് ഉള്ള സാധനമാണ്. ആൾട്ടർനേറ്റേഴ്സ്, എഞ്ചിനകത്തുള്ള ആൾട്ടർനേറ്റർ ഈ പൗഡർ പ്രൊഡക്ഷന് യൂസ് ചെയ്യും, റൈസ് മിൽസ്, അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത് നിങ്ങളിപ്പോൾ ബോഡി കാണുന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ആണ് വിളിക്കുന്നത്. ഫാബ്രിക് മാനുഫാക്ചറിങ് യൂണിറ്റ്സ്, അതായത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ബെൽറ്റ് ഡ്രൈവ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബെൽറ്റ് ഡ്രൈവ് യൂസ് ചെയ്യുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ലോങ്ങർ ഡിസ്റ്റൻസ് പവർ ട്രാൻസ്മിഷൻ, ഹയർ പവർ ട്രാൻസ്മിഷൻ, ഇതിനാണ് ബെൽറ്റ് ഡ്രൈവ് യൂസ് ചെയ്യുന്നത്. സിമ്പിൾ ആപ്ലിക്കേഷൻ ഇതാണ്. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ ഫിഗേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ്, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ കോൾ മീ ഇമ്മീഡിയറ്റ്ലി, ക്ലിയർ ഇറ്റ് ആൻഡ് ഗോ. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെ ഡിസൈൻ ചെയ്യാം, ഹൗ ടു ഡിസൈൻ ഓഫ് ബെൽറ്റ് ഡ്രൈവ്. ഓക്കെ, ബെൽറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ബെൽറ്റ് ഡ്രൈവ് നമുക്ക് പിന്നെ പഠിക്കാം. ഓക്കെ, ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവ്. ഓക്കെ, ഏത് സാധനം ഡിസൈൻ ചെയ്യുമ്പോൾ ഞാൻ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ആണ് ആദ്യം എടുക്കേണ്ടതെന്ന് പറഞ്ഞു. ഓക്കെ, അസാപ്പിൽ നിങ്ങൾ പഠിച്ചതിനേക്കാൾ ചെറിയ ഡിഫറൻസ് ഞാൻ പ്രൊസീജിയറിൽ വരുത്തിയിട്ടുണ്ട്, അത് മനസ്സിലാക്കുക. നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാനത് വരുത്തിയിട്ടുള്ളത്. അത് ഈസിയാണ്, ഒന്നുമില്ല, ഒരു കോംപ്ലക്സിറ്റി ഇല്ല. അസാപ്പിൽ കുറച്ചുകൂടെ കൺഫ്യൂസിങ് ആണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ അതിൽ ഞാൻ എടുത്തതിനേക്കാൾ കുറച്ചുകൂടെ ലൈറ്റ് ആക്കിയിട്ടുണ്ട്. ഒന്ന് നോക്കി. ഓക്കെ, ഡിസൈൻ ഏത് ബെൽറ്റ് ഡ്രൈവ് ആണെങ്കിലും മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ആണെന്നല്ലോ. മെറ്റീരിയൽ പ്രോപ്പർട്ടീസ്, ഞാൻ ബെൽറ്റ് മെറ്റീരിയൽസിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ബെൽറ്റ് മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ലെതർ, റബ്ബർ, ബെലാറ്റ, ഫാബ്രിക്, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബെൽറ്റ് മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബെൽറ്റ് മെറ്റീരിയൽസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിലുള്ള മറ്റ് കമ്പോണൻ്റ് പുള്ളി ഉണ്ടാക്കുന്നത് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് കാസ്റ്റ് അയൺ ഉപയോഗിച്ചിട്ടാണ്. കാസ്റ്റ് അയൺ യൂസ് ചെയ്യുന്ന കാര്യം, കാസ്റ്റ് അയണിന് ഷേപ്പ് ചേഞ്ചസ് ഉണ്ടാക്കത്തില്ല. കാര്യം കാസ്റ്റ് അയൺ ഒരു ബ്രിട്ടിൽ മെറ്റീരിയലാണ്. ബ്രിട്ടിൽ മെറ്റീരിയൽസിന് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. അപ്പോൾ എത്ര ലോഡ് ഫ്ലക്ച്വേഷൻ വന്നാലും കാസ്റ്റ് അയൺ ഈ പുല്ല് പോലെ നിൽക്കും. ഓക്കെ, പ്രത്യേകിച്ച് കൂടെ വർക്ക് ചെയ്യുന്ന സാധനം ലെതറോ അല്ലെങ്കിൽ റബ്ബറോ ആണ്, അതിന് ഒരു എഫക്റ്റും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അത് സ്വയം ഇരുന്ന് വലിയത്തേ ഉള്ളൂ. അല്ലാണ്ട് കാസ്റ്റ് അയണിനെ പോയി ലോഡ് ഉണ്ടാക്കി കാസ്റ്റ് അയണിനെ വലിക്കാനോ നീട്ടാനോ ഒന്നും റബ്ബറിന് പറ്റത്തില്ല. അതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ കാസ്റ്റ് അയണിനെ മൈൻഡേ ചെയ്യേണ്ട, പുള്ളിയെ മൈൻഡേ ചെയ്യേണ്ട. ഡിസൈൻ കംപ്ലീറ്റ് നമ്മൾ ബെൽറ്റിനെ ബേസ് ചെയ്താണ്. ബെൽറ്റ് ഫെയിലായാൽ തന്നെ മൊത്തം സിസ്റ്റം നിൽക്കും. അപ്പം പിന്നെ പുള്ളി ഫെയിൽ ആവില്ല. കാര്യം എന്താ, അങ്ങനെ ഒരു ലോഡ് വന്നു കഴിഞ്ഞാൽ ബെൽറ്റ് അങ്ങ് ഫെയിലാവും. പിന്നെ എന്തിനാ പുള്ളി ഫെയിലാവുന്നത്? അപ്പോൾ പുള്ളി ഒരിക്കലും ഫെയിലാവില്ല. പുള്ളി അതുകൊണ്ടാണ് കാസ്റ്റ് അയൺ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു കാരണവശാലും പുള്ളിക്കൊന്നും സംഭവിക്കത്തില്ല. പുള്ളിക്കൊക്കെ ഇൻഫൈനൈറ്റ് ലൈഫാണ്. അതുകൊണ്ട് തന്നെ ബെൽറ്റ് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. മെറ്റീരിയൽ പ്രോപ്പർട്ടി എടുക്കുമ്പോഴും ബെൽറ്റ് മാത്രം എടുക്കാം. ഓക്കെ, ക്വസ്റ്റ്യനിൽ ഇനി ഒരു കാര്യം, ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ലെതർ തന്നെയാണ്, അല്ലെങ്കിൽ ഫാബ്രിക്. വി ബെൽറ്റ് ഡ്രൈവ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് റബ്ബറിലാണ്. അത് നമുക്ക് വി ബെൽറ്റ് ഡ്രൈവ് പഠിക്കുമ്പോൾ മനസ്സിലാവും. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി അരി പിടിക്കുന്ന മില്ലിൽ പോയി നോക്കിയാൽ മതി. ബെൽറ്റ് അല്ലെങ്കിൽ നിർത്തിയിട്ടേക്കുന്ന ബെൽറ്റിലൊന്ന് തൊട്ട് നോക്കിയാൽ മതി, അത് ലെതറിലായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അതിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു സാധനം ഇങ്ങനെ ഇരിക്കുന്ന കാണാം. അത് കറങ്ങുമ്പോൾ ഒരു സാധനം ഇങ്ങനെ പോകണ കാണാം. അത് അതിൻ്റെ ലെങ്ത് ഇടയ്ക്കിടയ്ക്ക് വലിഞ്ഞു പോകുമ്പോഴത്തേക്കും ടൈറ്റ് ചെയ്യാനായിട്ടാണ് ഒരു ജോയിൻറ്റ് ഉണ്ടാവും. ഓക്കെ, ആ ജോയിൻറ്റ് ഇടയ്ക്കിടയ്ക്ക് കുറേ വർഷം കഴിയുമ്പോൾ അത് ലൂസാകുമ്പോൾ ആ ജോയിൻറ്റ് പിടിച്ച് ടൈറ്റ് ചെയ്താണ് വീണ്ടും ടൈറ്റ് ആക്കുന്നത്. അല്ലാതെ ബെൽറ്റ് മാറ്റത്തൊന്നുമില്ല. ഇത് ഈ ലെതർ ബെൽറ്റിനൊക്കെ ഇൻഫൈനൈറ്റ് ലൈഫ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡിസൈൻ ഫസ്റ്റ് പ്രൊസീജിയർ എന്താണ്? എപ്പോഴത്തെയും പോലെ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ്. ഓക്കെ, സ്റ്റെപ്പ് 1, മെറ്റീരിയൽ സെലക്ഷൻ. മെറ്റീരിയൽ സെലക്ഷനിൽ ഞാൻ പറഞ്ഞു രണ്ടുപേരുടെയും മെറ്റീരിയൽ എടുക്കുക. അപ്പോൾ ആദ്യം പുള്ളി മെറ്റീരിയൽ അസ്യൂം കാസ്റ്റ് അയൺ. ഇത്ര എഴുതിയാൽ മതി, അല്ലാണ്ട് മെറ്റീരിയൽ പ്രോപ്പർട്ടി ഒന്നും എഴുതണ്ട. കാരണം ഒരിക്കലും അതിൻ്റെ പ്രോപ്പർട്ടി ഒന്നും നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നില്ല. കാര്യം ഡിസൈൻ മൊത്തം ബെൽറ്റിന് ബേസ് ചെയ്താണ്. അതുകൊണ്ട് അതിൻ്റെ പ്രോപ്പർട്ടി വേണ്ട. കാരണം ഈ കാര്യം എഴുതുക, എന്താണ് മെറ്റീരിയൽ, കാസ്റ്റ് അയൺ. ഓക്കെ, അടുത്ത ബെൽറ്റ് മെറ്റീരിയൽ ആരാണ്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേര് എഴുതുക, അതിൻ്റെ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അത് എഴുതുക. നമുക്ക് പ്രോപ്പർട്ടിക്ക് വേറെ ടേബിൾ ഒന്നുമില്ല. അപ്പം ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ ലെതർ. എന്തുകൊണ്ടാണ് ലെതർ എടുത്തത്? ഫ്ലാറ്റ് ബെൽറ്റ് ആണ്. വി ബെൽറ്റ് ആണെങ്കിൽ ലെതർ എടുക്കരുത്, റബ്ബർ എടുക്കണം. ലെതർ. ഓക്കെ, വിത്ത് സിഗ്മ ഡിസൈൻ സ്ട്രെസ് എത്രയാണ്? 2.06 MPa. 2.06 MPa എനിക്ക് എവിടെ നിന്ന് കിട്ടി? ഡേറ്റാ ബുക്ക് എടുക്കുക. പേജ് നമ്പർ 289 ബെൽറ്റ് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 289 കണ്ടോ? ഫ്ലെക്സിബിൾ മെഷീൻ എലമെന്റ്സ്. ഫ്ലെക്സിബിൾ മെഷീൻസ് ആരൊക്കെയാണ്? ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവ്, വി ബെൽറ്റ് ഡ്രൈവ്, ചെയിൻ, റോപ്പ് എല്ലാം ഫ്ലെക്സിബിൾ നമ്പറാണ്. നമുക്ക് റോപ്പ് പഠിക്കാനില്ല.
ഓക്കെ, റോപ്പിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് ഡാമിലൊക്കെയാണ്. ഡാമിൻ്റെ ഷട്ടർ ഉയർത്താനൊക്കെ യൂസ് ചെയ്യുന്നത് റോപ്പ് ഡ്രൈവുകളാണ്. റോപ്പ് വെച്ചാണ് വലിക്കുന്നത്. അതൊന്നും വേണ്ട, നിങ്ങൾ ആവശ്യമില്ലാത്തൊന്നും പഠിക്കണ്ട. ഓക്കെ, അത് ഉറപ്പായിട്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ട കാര്യമാണ്. ഡാം ഷട്ടർ, ഡാമിൻ്റെ ഷട്ടർ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഡാം ഇടയ്ക്കിടെ പറഞ്ഞില്ല ഇടുക്കി ഡാമിൻ്റെ ഷട്ടർ തുറന്നു. എന്തുവാ ഷട്ടർ എന്ന് പറഞ്ഞാൽ? നമ്മളൊക്കെ കടയുടെയൊക്കെ ഷട്ടർ തുറക്കുന്നു, അല്ലെങ്കിൽ കാർ പാർക്കിങ്ങിൻ്റെയൊക്കെ ഷട്ടർ തുറക്കുന്ന പോലെയാണ്. അല്ല, ഡാം ഷട്ടറുകൾ എന്ന് പറഞ്ഞാൽ വലിയ കോൺക്രീറ്റ് ബ്ലോക്കുകളാണ്. വലിയ മെറ്റലിലും കോൺക്രീറ്റിലും ഉണ്ടാക്കിയ വലിയ ബ്ലോക്കുകളെ സസ്പെൻഡ് ചെയ്തിട്ടേക്കും. വലിയ വലിയ ഹോള്, അതായത് ഷട്ടറിൻ്റെ ഹോളുകളിൽ ഇതിനെ ഷട്ടറിങ് ചെയ്ത് വെച്ചേക്കും, അതായത് ഇങ്ങനെ ഇറക്കി വെച്ചേക്കുവാണ്. ഓക്കെ, അത് കാരണം വെള്ളം പുറത്ത് വരത്തില്ല. അപ്പോൾ അത്രയ്ക്ക് ഒരു ഡാമിനകത്തുള്ള പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാഗ്നൻ്റ് പവർ. നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് അറിയാം, ഒരു ഡാമിനകത്ത് വയ്ക്കുന്നത് ഹൈ പൊട്ടൻഷ്യൽ എനർജിയാണ്. സ്റ്റാഗ്നൻ്റ് പവർ എന്ന് പറയും. അത് വെറുതെ ഈ കിടക്കുവാണെങ്കിലും ഭയങ്കര പവറാണ്. അതിന് അത്രയും ഹൈറ്റിലും അത്രയും ക്വാണ്ടിറ്റി ഓഫ് വാട്ടറും ഉണ്ടാക്കുന്ന പ്രഷർ ഭയങ്കര പ്രഷറാണ്. അപ്പോൾ അതിനെ വിസ്റ്റൻഡ് ചെയ്യാൻ ചെറിയ ഗേറ്റൊന്നും പറ്റത്തില്ല, അതിന് ചുമ്മാ തുറക്കാനും പറ്റത്തില്ല. സോ ആ ഡാം ഷട്ടറിൽ കോൺക്രീറ്റ് ബ്ലോക്കുകൾ ഉണ്ടാക്കി വെള്ളത്തിൽ സസ്പെൻഡ് ചെയ്തിട്ടേക്ക്, ആ ഹോളിൽ അവിടെ സസ്പെൻഡ് ചെയ്തിട്ടേക്ക്. ഷട്ടർ തുറക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷട്ടർ ലിഫ്റ്റ് ചെയ്യും. ഈ ഷട്ടർ ലിഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? മെറ്റൽ റോപ്പുകളിൽ പുള്ളിയിൽ കെട്ടി വെച്ചേക്കും. എന്നിട്ട് മോട്ടർ ഓൺ ചെയ്യും. ആ മോട്ടറാണ് വലിച്ച് 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 ഈ ഷട്ടറിനെ പൊക്കുന്നത്. അങ്ങനെയാണ് വെള്ളം പുറത്ത് വരുന്നത്. ഓക്കെ, ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്ന മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സാണ്. നിങ്ങളുടെ സിലബസിൽ അതില്ല, അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഷുവറായിട്ടും അത് നിങ്ങൾ കണ്ടിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഡാമിൻ്റെ ഷട്ടർ എങ്ങനെയാണ് പൊക്കുന്നതും താക്കുന്നതും എന്നൊക്കെ അതെല്ലാം മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബെൽറ്റ് മെറ്റീരിയൽ ലെതർ സിഗ്മ-D. ഇത് എവിടെ നിന്ന് കിട്ടി സിഗ്മ-D? ലെതർ പ്രോപ്പർട്ടി പേജ് നമ്പർ 291 എടുക്കുക. അവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്, കണ്ടോ? എഫക്റ്റീവ് പുൾ ഇക്വേഷൻ. ആ ഇക്വേഷൻ്റെ അവിടെ കിടക്കുന്നുണ്ട്. സിഗ്മ-D = 2.06 MPa ഡിസൈൻ സ്ട്രെസ് ഇൻ ലെതർ ബെൽറ്റ് വിത്ത് ലോങ്ങർ ലൈഫ്. ഓക്കെ, അല്ലാണ്ട് നമുക്ക് പ്രോപ്പർട്ടി എടുക്കാൻ പറ്റിയ ടേബിൾ ഒന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ അങ്ങ് അസ്യൂം ചെയ്താൽ മതി. ഓക്കെ, ഇനി ഈ ബെൽറ്റിന് ഒരു ജോയിന്റ് ഉണ്ടാവുമല്ലോ അല്ലേ? ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവിന് എല്ലാം വി ബെൽറ്റ് ഡ്രൈവിന് ജോയിന്റ് ഉണ്ടാവില്ല, അത് കാസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന സാധനമാണ്. ഓക്കെ, അത് റബ്ബറിൽ കട്ട് ചെയ്ത് ഉണ്ടാക്കുന്ന സാധനം. പക്ഷേ ലെതർ ബെൽറ്റിന് ഒരു ജോയിന്റ് ഉണ്ടാവും. അപ്പോൾ ജോയിന്റിൻ്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ ഇവിടെ എഴുതാൻ സർവീസ് കണ്ടീഷനിൽ എഴുതിയാലും മതി. ജോയിന്റ് എഫിഷ്യൻസി = ηJ. ഇത് നമുക്ക് ഇക്വേഷനിൽ പോകുമ്പോൾ ആവശ്യം വരും. ηJ എഫിഷ്യൻസി എവിടെ നിന്ന് എടുക്കാൻ ഒരു ടേബിൾ ഉണ്ട്. ഇതാ കണ്ടോ, ടേബിൾ 14.5 പേജ് നമ്പർ 307. കണ്ടോ, ഏറ്റവും താഴെ കുറേ വാല്യൂസ് എടുക്കുന്നുണ്ടല്ലോ. നമ്മളെപ്പോഴും ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവിന് സിമെൻറ്റഡ് ജോയിൻ്റ് എന്ന് എടുത്താൽ മതി. കണ്ടോ, സിമെൻറ്റഡ് എൻലെസ് സിമെൻറ്റഡ് അറ്റ് ഫാക്ടറി ആ 90 to 100 ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കുക. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ആ ജോയിൻ്റ് എഫിഷ്യൻസി എടുക്കുക. ഒന്നും പറഞ്ഞില്ലെങ്കിൽ എപ്പോഴും 100 എന്ന് എടുത്താൽ മതി. 100%. താഴെ എഴുതുക അസ്യൂം. എന്താണ് അസ്യൂം? അസ്യൂം സിമെൻറ്റഡ് ജോയിൻറ്റ് ഫാക്ടറി ജോയിൻറ്റ്. സിമെൻറ്റഡ് ജോയിൻ്റ് ആണ്, അത് ഫാക്ടറിയിൽ ജോയിൻ ചെയ്തതാണ്. അതാണ് ഇത്രയും 100%. അതുകൊണ്ടാണ് 100 എടുത്തത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ 90 എന്ന് എടുക്കാം. 90 to 100 അല്ലേ? 90 എന്ന് വേണമെങ്കിൽ 90 എടുത്തോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിട്ട് മെറ്റൽ ബോഡീസ് ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പ് 2, സർവീസ് കണ്ടീഷൻസ്. സർവീസ് കണ്ടീഷൻസ് നമ്മൾ ഇതുവരെയും ഗിയറിന് ഇങ്ങനെ ഒരു സർവീസ് കണ്ടീഷൻ കൺസിഡർ ചെയ്യും. ഒരു ഗിയറിലും സർവീസ് കണ്ടീഷൻ ഒന്നും നമ്മൾ നോക്കാറില്ല. ക്വസ്റ്റിന് പറഞ്ഞെടുക്കും, പറഞ്ഞില്ലേ എടുക്കത്തില്ല. 1 എന്നെടുക്കും. സർവീസ് കണ്ടീഷൻ എന്നാൽ സർവീസ് ഫാക്ടർ. ഇവിടെ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു സർവീസ് ഫാക്ടർ എടുക്കണം. കാര്യം ഇതൊരു ഫ്ലെക്സിബിൾ മെമ്പറാണ്. റിജിഡ് മെമ്പറിന് അത്ര സ്ട്രെങ്ത് ഒന്നുമില്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ തന്നിരിക്കുന്ന ഒരു 10 kW പവർ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഡിസൈനാണ് നിങ്ങൾ ചെയ്യാൻ പറഞ്ഞത്. എങ്കിലും 10 kW അല്ല, കുറച്ചുകൂടെ വലിയ ലോഡ് വന്നാലും വിസ്റ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻ വേണം നിങ്ങൾ ചെയ്യാൻ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ സർവീസ് കണ്ടീഷൻ ചെയ്ത് ഇനി ഒരു സർവീസ് ഫാക്ടർ എടുക്കാം. സർവീസ് ഫാക്ടർ അവിടെ എഴുതുക. സർവീസ് ഫാക്ടർ CS സർവീസ് ഫാക്ടർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സർവീസ് ഫാക്ടർ എടുക്കാം. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ 1 മുകളിലുള്ള ഒരു 1.7 അല്ലെങ്കിൽ 1.5 താഴെയുള്ള ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം. ഓക്കെ, സോ സർവീസ് ക്വസ്റ്റ്യൻ ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഒരു 1.2 എന്നോ 1.5 എന്നോ ഒക്കെ എടുക്കാം. ബാക്കിയുള്ള അസ്യൂം. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ അസ്യൂം എഴുതണ്ട. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡിസൈൻസ് പവർ PD = ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പവർ ഇൻറ്റു സർവീസ് ഫാക്ടർ എടുക്കുക. എന്നിട്ട് ഈ PDക്ക് വേണം അങ്ങോട്ടുള്ള ഡിസൈൻ മുഴുവൻ ചെയ്യണം. PA പിന്നെ കൺസിഡർ ചെയ്യേ വേണ്ട. മനസ്സിലായോ? അതായത് 10 kW ആണ് പറയുന്നത്, നമ്മൾ 1.5 സർവീസ് ഫാക്ടർ എടുത്തു. അതായത് 10 × 1.5 15 kW നമ്മൾ ഡിസൈൻ ചെയ്യണം. 10 kW നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ളൂ എങ്കിലും 15 kW വന്നാലും വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യണം. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്ത സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റെപ്പ് 3 ഡയമീറ്റർ കണ്ടുപിടിക്കണം. ഓക്കെ,
ഡയമീറ്റർ ഓഫ് ഡ്രൈവിംഗ് പുള്ളി. ഡയമീറ്റർ ഓഫ് ഡ്രൈവിംഗ് പുള്ളി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്. സ്മോൾ ഡി ഈസ് ഈക്വൽ ടു, ഡേറ്റ ബുക്ക് എടുക്കുക, സ്മോൾ ഡി പേജ് നമ്പർ 292 ഇക്വേഷൻ 14.9a കണ്ടോ. സ്മോൾ ഡി ഈസ് ഈക്വൽ ടു 525 മൈനസ് 630 ക്യൂബ് റൂട്ട് പി ബൈ 2πn എന്നാണ്. ആ ഇക്വേഷനിനകത്ത് 525 മൈനസ് 630 അല്ല, 525 ടു 630, അത് മൈനസ് അല്ല. മൈനസ് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ അതൊരു മൈനസ് വാല്യൂ വരത്തില്ല. അത് 525 മുതൽ 630 വരെയുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ ഇടാം. ഞാൻ എപ്പോഴും 630 ഉണ്ട് മാക്സിമം ഡയമീറ്റർ. ഓക്കെ, അപ്പോൾ 630 ക്യൂബ് റൂട്ട് പവർ ഡിവൈഡഡ് ബൈ 2πn മാക്സ് എന്ന് സ്മോൾ എൻ ആണ് ഇൻ RPS സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതൊരു സ്മോൾ ഡി കിട്ടി. സ്മോൾ ഡി കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് അടുത്ത സ്റ്റെപ്പ് 4? സ്റ്റെപ്പ് 4 ഡയമീറ്റർ ഓഫ് ഡ്രിവൺ പുള്ളി. ഡ്രിവൺ പുള്ളിയുടെ ഡയമീറ്റർ ക്യാപിറ്റൽ ഡി കണ്ടുപിടിക്കണം. ക്യാപിറ്റൽ ഡി കണ്ടുപിടിക്കാൻ റിലേഷൻ ഉണ്ട്. ഐ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി അല്ലേ. ഐ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫണ്ടമെന്റൽ ഐ ഇക്വേഷൻ. ഐ ഈസ് ഈക്വൽ ടു n1 ബൈ n2 ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി ഡേറ്റ ഗ്രൗണ്ടാണ് നിങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ d2 ബൈ d1 എന്നാണെങ്കിലും എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫണ്ടമെന്റൽ ഇക്വേഷൻ. അതിനകത്ത് നമുക്ക് എന്ത് എഴുതാം? ഐ ഈസ് ഈക്വൽ ടു ഡി ഇൻറ്റു ഡി. അപ്പോൾ ക്യാപിറ്റൽ ഡി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഡി ആണല്ലോ. ഇത് നോർമൽ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ. ഇതിന് പുറമെ നമ്മൾ സ്ലിപ്പ് ഉണ്ടായാൽ ഉള്ള കാര്യം കൂടെ കൺസിഡർ ചെയ്യണം. സ്ലിപ്പ് എപ്പോഴും അത് സർവീസ് കണ്ടീഷനിൽ അതുകൂടെ എഴുതണം കേട്ടോ. സർവീസ് കണ്ടീഷനിലായിട്ട് ഇവിടെ എഴുതുക അസ്യൂം സ്ലിപ്പ്. ചിലപ്പോൾ ക്വസ്റ്റിന് തരും സ്ലിപ്പ്. ക്വസ്റ്റിനിൽ ഒന്നും പറയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്ലിപ്പ് എടുക്കണം. ഒന്നും പറഞ്ഞില്ലെങ്കിൽ സ്ലിപ്പ് ഒരു 2-നും 5-നും ഇടയ്ക്കുള്ള വാല്യൂ എടുത്തു. അസ്യൂം 2 to 5% സ്ലിപ്പ്. സ്ലിപ്പിനെ നോട്ടേറ്റ് ചെയ്യുക ഈറ്റ. അപ്പോൾ ഈറ്റ എത്ര എന്ന് എടുക്കാം? 2 എന്ന് എടുക്കാം. അപ്പോൾ ഒന്നും പറഞ്ഞില്ലെങ്കിൽ 2 എന്ന് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ആ സ്ലിപ്പും കൂടി ഇവിടെ കൺസിഡർ ചെയ്യണം. ഇൻറ്റു 1 മൈനസ് ഈറ്റ. ഈ ക്വസ്റ്റൻ ഡേറ്റ ബുക്കിലുണ്ട്. ഡേറ്റ ബുക്ക് പേജ് നമ്പർ സെയിം ഇക്വേഷൻ്റെ തൊട്ട് താഴെ കിടപ്പുണ്ട്. പേജ് നമ്പർ 292 ഇക്വേഷൻ 14.9b കണ്ടോ. ആ ഇക്വേഷൻ അവിടെ എഴുതി. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് 4 കിട്ടി. ഇനി അടുത്ത ആരാണ്? സ്റ്റെപ്പ് 5. ബെൽറ്റ് സ്പീഡ്. ഒരു നിശ്ചിത ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്ന എല്ലാ സാധനത്തിനും വെലോസിറ്റി ഇക്വേഷൻ സെയിം ആണ്. എന്താണ് വെലോസിറ്റി? വെലോസിറ്റി ഈസ് ഈക്വൽ ടു പൈ ഡി എൻ ബൈ 60. v1 എടുത്താലും v2 എടുത്താലും സെയിം വെലോസിറ്റി തന്നെ വരണം. ഓക്കെ, അപ്പോൾ നമുക്ക് വെലോസിറ്റി ഈസ് ഈക്വൽ ടു സ്മോൾ ഡി ആണെങ്കിൽ n1, ക്യാപിറ്റൽ ഡി ആണെങ്കിൽ n2 60 ഇൻറ്റു ഈ സ്ലിപ്പ്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ഡേറ്റ ബുക്കിലില്ല. നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷനാണ്, ഫണ്ടമെന്റൽ ഇക്വേഷനാണ്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു പൈ ഡി എൻ ബൈ 60. അതിന് സ്ലിപ്പോടെ കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ഇതിന് ബെൽറ്റ് സ്പീഡ് കിട്ടും. ഓക്കെ, ഇത് ഏതാണ് സ്റ്റെപ്പ്? സ്റ്റെപ്പ് 5. അടുത്ത സ്റ്റെപ്പ് 6 സെൻറ്റർ ഡിസ്റ്റൻസ്. സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു പുള്ളി, ഇത് മറ്റൊരു പുള്ളി, ഇത് തമ്മിൽ കണക്ട് ചെയ്തേക്കുവാണെങ്കിൽ ഈ ഡിസ്റ്റൻസ്, അതായത് ഇതിൻ്റെ സെൻറ്റർ തൊട്ട് ഇതിൻ്റെ സെൻറ്ററുള്ള ഡിസ്റ്റൻസ് ആണ് സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് നോട്ടേറ്റ് ചെയ്യുന്നത്. സെൻറ്റർ ഡിസ്റ്റൻസ് സി എന്നാണ് ഡേറ്റ ബുക്കിൽ എടുത്തത്. അതുകൊണ്ട് നമുക്ക് സി എന്ന് എടുക്കാം. അപ്പോൾ സെൻറ്റർ ഡിസ്റ്റൻസ് സി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. സെൻറ്റർ ഡിസ്റ്റൻസ് സി. സി കണ്ടുപിടിക്കാനുള്ള റിലേഷൻഷിപ്പ് സി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ 14.2d. സി കണ്ടുപിടിക്കാനുള്ള റിലേഷൻഷിപ്പ് 14.2d എന്ന് പറഞ്ഞാൽ എന്തുവാ? 1.5 to 2 d plus d. അതായത് 1.5 to 2 ഇൻറ്റു d plus d. ഞാൻ അതിൽ മാക്സിമം തന്നെ എടുത്തു. എപ്പോഴും നിങ്ങൾ അങ്ങനെ എടുത്താൽ മതി. 2 ഇൻറ്റു d plus d. ചില ക്വസ്റ്റ്യനിൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് തരും. ചില ക്വസ്റ്റ്യനിൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് തരുവാണെങ്കിൽ നിങ്ങൾ അത് തന്നെ ഇട്ടാൽ മതി. ഇക്വേഷൻ ഒന്നും എഴുതണ്ട. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് 7. സ്റ്റെപ്പ് 7 എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കാൻ ഡേറ്റ ബുക്കിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് ഇതേ പേജിൽ തന്നെ സെൻറ്റർ ഡിസ്റ്റൻസ് കഴിഞ്ഞാൽ താഴെ കണ്ട എല്ലാം അടുത്തടുത്ത് തന്നെ കിടപ്പുണ്ട്. താഴെ ഇക്വേഷൻ 14.3d എൻ്റെ താഴെ കിടക്കുന്ന മ്യൂ ഇസ് ഈക്വൽ ടു ബാർസ് ഇക്വേഷൻ എന്നാണ് ഇക്വേഷൻ്റെ പേര്. ബാർസ് ഫോർമുല ഇക്വേഷൻ എഴുതുക. അതിനകത്ത് എല്ലാം അറിയാം. വെലോസിറ്റി മാത്രം മതി. വെലോസിറ്റി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെടുത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ കിട്ടി. ഓക്കെ, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ലെങ്ത് ഓഫ് ബെൽറ്റ്. സ്റ്റെപ്പ് 9 ആണ് 880. ലെങ്ത് ഓഫ് ബെൽറ്റ്.
ലെങ്ത് ഓഫ് ബെൽറ്റ് കണ്ടുപിടിക്കുക ഇക്വേഷൻ ഇതാ കിടപ്പുണ്ട് കണ്ടോ മുകളിൽ. ഇവിടെയാണ് നമ്മുടെ വേറൊരു വെച്ചത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവ് രണ്ട് ടൈപ്പ് ഉണ്ട്, ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് ഉണ്ട്, ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവ് ഉണ്ട്. സോ ഇവിടെ നോക്കാം. ഫസ്റ്റ് ഇക്വേഷൻ കണ്ടോ ലെങ്ത് ഫോർ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ്, രണ്ടാമത്തെ ഇക്വേഷൻ ലെങ്ത് ഫോർ ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവ്. ക്വസ്റ്റ്യനിൽ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് ആണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ആദ്യത്തെ ഇക്വേഷൻ ഉപയോഗിക്കുക, ക്വസ്റ്റ്യനിൽ ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവ് ആണ് പറയുന്നതെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. അത് ഒന്നും ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ലെങ്കിൽ എപ്പോഴും അത് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് എടുത്താൽ മതി. ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവ് ഞാൻ ഇതുവരെ ഇത് കേരള ടെക്നോളജി യൂണിവേഴ്സിറ്റി പുതിയതായിട്ട് കൊണ്ടുവന്ന ടോപ്പിക്കാണ്. ഒരു തവണ KT ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ അതിലും ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് തന്നെയായിരുന്നു. ഇനി ക്രോസ് ചോദിക്കുകയാണെങ്കിൽ ഈ ഇക്വേഷൻ മാറി, അത്രേ ഉള്ളൂ. വേറെ ഒരു ചേഞ്ചും ഇല്ല. ഇതുവരെ നമ്മൾ എടുത്തതിലൊന്നും ഒരു ചേഞ്ചും ഇല്ല, ഈ ഇക്വേഷൻ മാത്രം മാറി. ഓക്കെ, അപ്പോൾ ലെങ്ത് ഓഫ് ബെൽറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കണ്ടല്ലോ, അതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ആരെയാണ് വേണ്ടത്? ആംഗിൾ ഓഫ് കോണ്ടാക്ട്. സ്റ്റെപ്പ് 9, ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ആംഗിൾ ഓഫ് കോണ്ടാക്ട് രണ്ട് രീതിയിൽ എടുക്കാം. ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഓഫ് സ്മാളർ പുള്ളിയും ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഓഫ് ലാർജർ പുള്ളിയും അല്ലേ. അതായത് രണ്ട് പുള്ളി ഉണ്ടെങ്കിൽ തീറ്റ സ്മാളും തീറ്റ ലാർജും ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ. അപ്പോൾ ആ തീറ്റ സ്മാളും തീറ്റ ലാർജും കണ്ടുപിടിക്കുക. ഫസ്റ്റ് പേജ് എടുക്കുക, കണ്ടോ തീറ്റ സ്മാളും തീറ്റ ലാർജ്. ഓക്കെ, ഇത് റേഡിയനി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എടുക്കുന്നതാണ് നല്ലത്. ഡിഗ്രി കണ്ടുപിടിച്ചാലും പിന്നെ കൺവേർട്ട് ചെയ്യണം. അതിനേക്കാളും നിങ്ങൾ റേഡിയൻ കണ്ടോ, ഫസ്റ്റ് ഇക്വേഷൻ കണ്ടോ സൈൻ ഇൻവേഴ്സ് ഒക്കെ വരുന്നത്, അത് ഡിഗ്രി. സെക്കൻഡ് ഇക്വേഷൻ കണ്ടോ സൈൻ കോസ് ഒന്നും ഇല്ലാത്ത, അത് റേഡിയൻ. സോ രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാര്യം പിന്നെ അങ്ങോട്ട് നമുക്ക് റേഡിയൻ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ആംഗിൾ ഓഫ് കോണ്ടാക്ട് കണ്ടുപിടിക്കാം. തീറ്റ സ്മോൾ ഇസ് ഈക്വൽ ടു കണ്ടുപിടിക്കാം, തീറ്റ ലാർജ് ഇസ് ഈക്വൽ ടു കണ്ടുപിടിക്കാം. രണ്ടും ഈ രണ്ട് ഇക്വേഷൻ 14.1 14.1 എഴുതി തീറ്റ സ്മോളും തീറ്റ ലാർജ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി നമുക്ക് ലെങ്ത് ഓഫ് ബെൽറ്റ് ആയി, ആംഗിൾ ഓഫ് കോണ്ടാക്ട് ആയി, ഇനി വിഡ്ത്ത് ഓഫ് ദ ബെൽറ്റ്. സ്റ്റെപ്പ് 10, വിഡ്ത്ത് ഓഫ് ദ ബെൽറ്റ്, നമ്മുടെ ബെൽറ്റിൻ്റെ വീതി. വിഡ്ത്ത് ഓഫ് ദ ബെൽറ്റ്, വിഡ്ത്ത് ഓഫ് ദ ബെൽറ്റിൻ്റെ നൊട്ടേഷൻ സ്മോൾ ബി. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ ഞാൻ എഴുതുന്നില്ല, ഒത്തിരി വലിയ ഇക്വേഷനാണ്. ഇക്വേഷൻ 15.5a. ഇക്വേഷൻ 15.5a കണ്ടോ, പേജ് നമ്പർ 291. ആ ഇക്വേഷൻ കണ്ടോ, അത് അതുപോലെ എഴുതുക. ഈ നടുക്കത്തെ എഴുതണ്ട, P = BTV. ആ ഇക്വേഷൻ എഴുതുക, അതുപോലെ എഴുതുക. അതിനകത്തുനിന്ന് നമ്മുടെ സ്മോൾ ബി ആണ് അൺനോൺ, അത് കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ പറയാം. കാര്യം അതിനകത്ത് വേറെ ഒരു അൺനോൺ ഉണ്ട്. ഒന്ന് W എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഡെൻസിറ്റി, എന്ന് പറഞ്ഞാൽ റോ ജി, അതായത് റോ ഡെൻസിറ്റി അറിഞ്ഞിരിക്കണം. ബെൽറ്റിൻ്റെ ഡെൻസിറ്റി 1000 എന്ന് എടുത്താൽ മതി. ക്വസ്റ്റിന് പറയുന്നുണ്ടെങ്കിൽ അതിടുക. ഒന്നും പറഞ്ഞില്ലെങ്കിൽ ബെൽറ്റിൻ്റെ ഡെൻസിറ്റി 1000, അപ്പം ഇൻറ്റു G 9.8. അപ്പോൾ അത് കിട്ടി. പിന്നെ T അൺനോൺ ആണ്, തിക്നെസ് ഓഫ് ദ ബെൽറ്റ്. അപ്പോൾ അതിന് B/T റേഷ്യോ ചിലപ്പോൾ ക്വസ്റ്റിന് പറയും. ക്വസ്റ്റിന് പറയുന്നില്ലെങ്കിൽ നിങ്ങൾ B/T = 50 എന്ന് അറിഞ്ഞിരിക്കണം. അതായത് ഫേസ് വിഡ്ത്ത് ടു തിക്നെസ് = 50. ഓക്കെ, അത്ര അറിഞ്ഞിരിക്കാം. ഇനി എന്തുകൊണ്ട്, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബാക്കി എല്ലാം അറിയാം. അപ്പോൾ നമുക്ക് സ്മോൾ ബി കിട്ടും. അപ്പോൾ ഫേസ് വിഡ്ത്ത് കിട്ടി, വിഡ്ത്ത് ഓഫ് ദ ബെൽറ്റ് കിട്ടി. അടുത്ത സ്റ്റെപ്പ് 10 കഴിഞ്ഞ് 11. ഇത് ഇടയ്ക്കിടയ്ക്ക് ഈ പേന ഓപ്പൺ ആക്കി വെക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്ക് തെളിയാതാവുന്നത് കേട്ടോ. ലെങ്ത് ഓഫ് ദ വിഡ്ത്ത് ഓഫ് ദ ബെൽറ്റ് ആയി. ഇനി ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഇനി ടെൻഷന് മുമ്പ് ഒരു കാര്യമുണ്ടല്ലോ. ടെൻഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏറ്റവും ലാസ്റ്റ് കിടപ്പുണ്ട്. മ്യൂ ആയി, സെൻറ്റർ ഡിസ്റ്റൻസ് ആയി, സെൻറ്റർ ഡിസ്റ്റൻസ് ആയല്ലോ. ഇനി ആരെയുള്ളൂ? ടെൻഷനല്ലേ ഉള്ളൂ. വിഡ്ത്ത് ഓഫ് ദ ബെൽറ്റ് കറക്റ്റാണ്, ടെൻഷൻ കൂടെ ഉള്ളൂ. ഓക്കെ, ടെൻഷൻസ് ഓഫ് ദ ബെൽറ്റ്. ലാസ്റ്റ് സ്റ്റെപ്പ് ടെൻഷൻസ് ഓഫ് ദ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞു, ഒരു ബെൽറ്റിന് രണ്ട് ടെൻഷൻ ഉണ്ടാവും. ടൈറ്റ് സൈഡ് ടെൻഷൻ T1, സ്ലാക്ക് സൈഡ് ടെൻഷൻ T2. T1 ഉം T2 ഉം കണ്ടുപിടിക്കുക. 10 വെലോസിറ്റി 10 m/s മുകളിലാണെങ്കിൽ സെൻട്രിഫ്യൂഗൽ ടെൻഷൻ്റെ എഫക്റ്റ് കൺസിഡർ ചെയ്യാം. ഓക്കെ, സെൻട്രിഫ്യൂഗൽ ടെൻഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, സെൻട്രിഫ്യൂഗൽ ടെൻഷൻ ഇത് സിലബസിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ആണ് സെൻട്രിഫ്യൂഗൽ ടെൻഷൻ എന്താണെന്ന്. നിങ്ങളൊരു കയറ് കെട്ടിയിട്ട് ഇങ്ങനെ കറക്കുവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൈ വിടുമ്പോൾ ഇത് തെറിച്ച് പോകുമല്ലോ. ആ തെറിച്ച് പോകുന്നതിന് റീസൺ ആയ ടെൻഷനാണ് സെൻട്രിഫ്യൂഗൽ ടെൻഷൻ. അതായത് നിങ്ങൾ ഈ ഫിഗർ നോക്കിക്കേ, നിങ്ങൾ കല്ല് കെട്ടി കറക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഇതാണ്, ഇവിടെയാണ് നിങ്ങളുടെ വിരലിരിക്കുന്നത് അല്ലേ. കല്ലിങ്ങനെ സർക്കിളായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കൈ അങ്ങോട്ട് കൊടുക്കുന്ന ടെൻഷൻ അതിനെ എപ്പോഴും തെറിച്ച് പുറത്തോട്ട് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും ആസ് എ ടാൻജൻറ്റ്. ഇതാണ് സെൻട്രിഫ്യൂഗൽ ടെൻഷൻ TC എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ വിരലിലൊരു ഫോഴ്സ് കിട്ടും, അത് ആ കല്ല് തിരിച്ചു തരുന്നതാണ്. അതിനെ TP സെൻട്രിപെറ്റൽ ടെൻഷൻ എന്നും വിളിക്കും. അതായത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, സെൻട്രിപെറ്റൽ ഫോഴ്സ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിക്ക് ആ മീൻ പൊസിഷനിൽ നിന്ന് തെറിച്ച് പുറത്തു പോകാനുള്ള ടെൻഡൻസിയാണ് സെൻട്രിഫ്യൂഗൽ ടെൻഷൻ. ഓക്കെ, അത്
തിരിച്ച് ആ ബോഡിയിലോട്ട് തിരിച്ചു കൊടുക്കുന്നതാണ് സെൻട്രിപെറ്റൽ ടെൻഷൻ. ഓക്കെ, നിങ്ങളിവിടെ സെൻട്രിഫ്യൂഗൽ ടെൻഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. സെൻട്രിഫ്യൂഗൽ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അഡ്വേഴ്സ് എഫക്റ്റ്, നെഗറ്റീവ് എഫക്റ്റ് ആണ്. അത് നമ്മുടെ മൊത്തം സിസ്റ്റത്തിൻ്റെ കുറയ്ക്കും. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാധനത്തിന് തെറിച്ച് പോകാനുള്ള ടെൻഡൻസി ഉണ്ട്. അത് അത് വെലോസിറ്റി കൂടുന്നതോറും ടെൻഷൻ കൂടി വരും. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ നോക്കുക. നമ്മളിവിടെ കണ്ടുപിടിച്ച വെലോസിറ്റി 10-ൽ കൂടുതലാണെങ്കിൽ, 10 മീറ്റർ/സെക്കൻഡിനേക്കാൾ കൂടുതലാണ് ഈ വെലോസിറ്റി കിട്ടുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സെൻട്രിഫ്യൂഗൽ ടെൻഷൻ കൺസിഡർ ചെയ്യണം. അപ്പോൾ ടെൻഷൻ കണ്ടുപിടിക്കാനുള്ള ബേസിക് ഇക്വേഷൻ ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്തുവാണ്? T1/T2 = e⁻μθ അറിയാമല്ലോ. അതുപോലെ ടോർക്ക് T1 - T2 × d/2, ഇത് രണ്ടും അറിയാമല്ലോ. അപ്പോൾ പവർന്ന് ടോർക്ക് കിട്ടും, ഡയമീറ്ററും അറിയാം. അപ്പം ഇത് തമ്മിലുള്ള റിലേഷൻ കിട്ടും. അത് ആ റിലേഷൻഷിപ്പ് എടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കുക. മ്യൂവും തീറ്റ ആൾറെഡി അറിയാം. തീറ്റ ഇവിടെ കണ്ടുപിടിച്ചു, മ്യൂ ഇവിടെ കണ്ടുപിടിച്ചു. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിച്ചില്ലേ, അതാ അവിടെ കണ്ടുപിടിച്ചു. എല്ലാം അറിയാം. ഓക്കെ, ഇങ്ങനെയും ചെയ്യാം. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് എന്ത് നോക്കണം? വെലോസിറ്റി 10-ൽ കൂടുതലാണോ എന്ന് നോക്കണം. വെലോസിറ്റി 10-ൽ കൂടുതലാണെങ്കിൽ സെൻട്രിഫ്യൂഗൽ ടെൻഷൻ്റെ എഫക്റ്റ് കൺസിഡർ ചെയ്യണം. സെൻട്രിഫ്യൂഗൽ ടെൻഷൻ്റെ എഫക്റ്റ് കൺസിഡർ ചെയ്താൽ ഈ ഇക്വേഷൻ മാറും. എങ്ങനെ മാറും? T1/T2 എന്ന് പറഞ്ഞാൽ മാറി T1 - Tc/T2 - Tc = e⁻μθ എന്ന് പറയും. കണ്ടോ ഇത്? അപ്പോൾ സെൻട്രിഫ്യൂഗൽ ടെൻഷൻ ഈ ടെൻഷനെ കുറച്ച്, ഇതിനെ കുറച്ച്. അപ്പോൾ ടി സി കണ്ടുപിടിക്കേണ്ട ഏറ്റവും വലിയ ഇക്വേഷൻ ഉണ്ട്. ടി സി കണ്ടുപിടിക്കാൻ Tc = WBT(V²/10⁻⁶g). ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മുമ്പത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, ടി സി കിട്ടും. ആ ടി സിയും കൂടി ഇട്ട് കൊടുക്കും. ഇങ്ങനെയാണ് സോൾവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ T1 ഉം T2 ഉം കിട്ടും. T1 ഉം കിട്ടി, T2 ഉം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ആളെ കൂടെ കണ്ടുപിടിക്കുന്നത് ഇനിഷ്യൽ ടെൻഷൻ. അത് വേണമെങ്കിൽ സ്റ്റെപ്പ് 12 ആയിട്ട് എഴുതുക, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ അതും ഒരു ടെൻഷൻ തന്നെയല്ലോ. പക്ഷേ അതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പായതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതുന്നേ ഉള്ളൂ. ഇനിഷ്യൽ ടെൻഷൻ എന്ന് പറഞ്ഞാൽ TO. അതിനൊരു ഇക്വേഷൻ ഉണ്ട് ഏറ്റവും താഴെ, കണ്ടോ, പേജ് നമ്പർ 291, ഏറ്റവും താഴത്തെ ഇക്വേഷൻ. √T1 + √T2 = 2√T1. √T1 + √T2 = 2√T1. കണ്ടോ, ഇക്വേഷൻ ഡേറ്റ ബുക്കിലുണ്ട്. ഇപ്പോൾ T1 അറിയാം, T2 അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ TO കിട്ടും. ഓക്കെ, ഇതാണ് ഡിസൈൻ പ്രൊസീജിയർ ഓഫ് ഫ്ലാറ്റ് പെൽറ്റ്. ഇത്രയും സാധനങ്ങൾ കണ്ടുപിടിക്കണം. ലെങ്ത് കണ്ട് പേടിക്കണ്ട, ഇത് വളരെ സിമ്പിളാണ്. നമുക്ക് ഗിയർ ചെയ്യുന്ന അതുപോലെ ഉള്ളൂ. അഡ്വാൻറ്റേജ് 15 മാർക്ക് കിട്ടും. ഒരു പ്രോബ്ലം ബെൽറ്റ് ഡ്രൈവ് നിന്ന് കിട്ടിയ ഉറപ്പായിട്ടും ബെൽറ്റ് ഡ്രൈവ്, ചെയിൻ ഡ്രൈവ്, വി ബെൽറ്റ് ഡ്രൈവ്, ഇത് മൂന്നിലെങ്കിലും ഒരു ദിവസം ചോദിച്ചേ പറ്റൂ. ഉറപ്പായിട്ടും ചോദിക്കും. ഓക്കെ, അതിലേത് വന്നാലും ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ 15 മാർക്ക് പെട്ടി വീഴും, ഷുവർ, 100%. 15 മാർക്കിൽ നിങ്ങൾ മൊത്തം എഴുതി കഴിഞ്ഞാൽ, നീറ്റായിട്ട് തെറ്റിക്കാതെ എഴുതി കഴിഞ്ഞാൽ മൊത്തം മാർക്കും കിട്ടും. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പിൻ്റെ എണ്ണം കണ്ട് പേടിക്കണ്ട, 12 സ്റ്റെപ്പുണ്ട്. സിമ്പിളാണ്, പ്രാക്ടീസ് ചെയ്താൽ വളരെ സിമ്പിളാണ്. ഓക്കെ, കാര്യം ഇനി വരാൻ പോകുന്ന IC എഞ്ചിൻ, മൊഡ്യൂൾ 6 വരുന്ന IC എഞ്ചിനൊക്കെ വളരെ ഡിഫിക്കൽട്ടാണ്. ഒരുപാട് എഴുതാനുണ്ട്. 16 മാർക്ക് കിട്ടും, പക്ഷേ എഴുതാൻ ഒരുപാടുണ്ട്. അതിനേക്കാൾ എളുപ്പം ഇതിന് മാർക്ക് വാങ്ങിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പ്രൊസീജിയർ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ ഈ ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന വെബ്സൈറ്റിൻ്റെ ലിങ്കിൽ പോയി ഞാൻ ഇട്ട അനിമേഷൻസ് ഒക്കെ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് എടുത്തതാണ്. നിങ്ങൾ അത് പോയി കണ്ടാൽ കുറച്ചുകൂടെ മനസ്സിലാവും. ഇതിനകത്ത് ഞാൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന PPT വായിച്ച് നല്ലോണം പഠിക്കുക. തിയറി ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ഡീപ്പായിട്ട് പഠിക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് പ്രോബ്ലം ചെയ്യും. കഴിഞ്ഞ വർഷം കേരള ടെക്നോളജി യൂണിവേഴ്സിറ്റി നടത്തിയ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യം സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൾ ചെയ്യും. ഓക്കെ, താങ്ക് യു.